everyone, welcome back to Xylem Learning. അക്ഷയ് സാറാണ് മകളെ. ഇതാ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വൺ ഷോട്ട് ഒറ്റ ഒരു വീഡിയോയിലൂടെ നമ്മൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നമ്മുടെ ബയോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അപ്പോ ഈ ഒറ്റ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്വിക്കായിട്ട് നമ്മൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ അത് തന്നെ പറയട്ടെ, വീഡിയോ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത് കേട്ടോ. കാരണം നമ്മൾ മാത്രം പഠിച്ചാൽ പോരാടാ, നമ്മുടെ സുഹൃത്തുക്കൾ കൂടി പഠിക്കട്ടെ, എല്ലാവരും രക്ഷപ്പെടണ്ടേ, വേണം അല്ലെ. സോ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങിക്കൂടെ? ഓക്കെ, ശ്രദ്ധിച്ചേ. ആദ്യം തന്നെ നോക്കിക്കോളൂ, കോർഡിനേഷൻ ആൻഡ് ദെയർ നീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോർഡിനേഷൻ, എന്തിനാണ് ഈ കോർഡിനേഷൻ? നമുക്കറിയാം, നമ്മൾ ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചതാണല്ലേ. ഓൾറെഡി നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ട്. ലൈഫ് പ്രോസസ്സിൽ ഒരുപാട് സിസ്റ്റങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം, ദെൻ എക്സ്ക്രീറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം. ഈ കാണുന്ന സിസ്റ്റത്തൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ സിസ്റ്റങ്ങളൊക്കെ തന്നെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. യു നോ ദാറ്റ്. ഒരുപാട് അവയവങ്ങൾ ഈ ഓരോ സിസ്റ്റത്തിലുണ്ട്, ഓർഗൻസ് ഉണ്ട്. ഈ ഓർഗൻസിന്റെ എല്ലാം തന്നെ കൂട്ടമായ ഒരു പ്രവൃത്തി, കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ പ്രോസസ്സുകളും ചെയ്യാൻ വേണ്ടി സഹായിച്ചത്. ഫോർ എക്സാമ്പിൾ, ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അതിൽ ഒരുപാട് അവയവങ്ങൾ, ഓർഗൻസ് ഉണ്ട്. സ്റ്റൊമക്ക് ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അങ്ങനെ ഓരോ അവയവങ്ങളുണ്ട്. ഈ ഓരോ അവയവങ്ങൾക്കും ഈ ഓരോ ഓർഗൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ അല്ലെ. അപ്പൊ ഈ ഫങ്ഷൻസ് കൃത്യമായി ചെയ്യാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതാരാണ്? അങ്ങനെ തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിൽ ഉണ്ടോ? അതാണ് നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ. ദ പ്രോസസ് ത്രൂ വിച്ച്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ദ പ്രോസസ്, പിന്നെ കളർ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യട്ടെ, ലൈറ്റ് കളർ. ദ പ്രോസസ് ത്രൂ വിച്ച് ടു ഓർ മോർ ഓർഗൻസ്, രണ്ടിലധികമോ അവയവങ്ങൾ ഇന്ററാക്ട് ആൻഡ് കോംപ്ലിമെന്റ് ദ ഫങ്ഷൻ ഓഫ് വൺ അനദർ. ദിസ് ഹെൽപ്പ് ദ സിസ്റ്റം in our body to work in an efficient manner. അതാണ് ഞാൻ പറഞ്ഞത്, കോർഡിനേഷൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർഡിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾക്കിടയിലും ഒരു കോർഡിനേഷൻ ഉണ്ടാവണം. നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലും ഒരു കോർഡിനേഷൻ ഉണ്ടാവണം. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു നല്ല കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ക്ലാസ് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ ക്ലാസ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും നല്ല കോർഡിനേഷൻ ആണ്. ടീച്ചേഴ്സും സ്റ്റുഡൻസ് ഇൻ ബിറ്റ്വീനും നല്ല കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ആ ക്ലാസ് നിങ്ങളുടെ സ്കൂളിൽ മൊത്തം അറിയപ്പെടും, ഇല്ലേ? നല്ല രീതിയിൽ അറിയപ്പെടും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ കോർഡിനേഷൻ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ്. ഓരോ സിസ്റ്റത്തിന്റെ വർക്കിങ്ങിനും ഓരോ അവയവങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം. ആ സഹകരണം തന്നെയാണ് കോർഡിനേഷൻ. ഓക്കെ, ഈ കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ബോഡിയിലെ സിസ്റ്റംസ്, രണ്ട് സിസ്റ്റംസ് നമ്മുടെ ബോഡിയിൽ മെയിൻലി കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം ആൻഡ് സെക്കൻഡ് സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം. ആ നെർവസ് സിസ്റ്റത്തെ കുറിച്ചും എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഞാൻ പറഞ്ഞു ഇസ് ഡൺ ബൈ ടു സിസ്റ്റം. ഫസ്റ്റ് സിസ്റ്റം നെർവസ് സിസ്റ്റം, സെക്കൻഡ് സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റം. ക്ലിയർ? നെർവസ് സിസ്റ്റമാണ് നെർവസ് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം കെമിക്കൽ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യും. ക്ലിയർ അല്ലേ? ഈ നെർവസ് സിസ്റ്റം ഇലക്ട്രിക്കൽ സിഗ്നലിങ്ങിനെയാണ് ഉപയോഗിക്കുക. കൺട്രോളിങ്ങിനും കോർഡിനേഷനും വേണ്ടി ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ സിഗ്നലിങ്ങിനെയാണ്. ഓർ വി ക്യാൻ കോൾ ഇമ്പൾസ്. ഇത് ഓൾറെഡി നിങ്ങളൊക്കെ പഠിച്ചതാണ്. ഒരു റിവിഷൻ പോലെ വൺ ഷോട്ടാണ്. ശ്രദ്ധിച്ചോ, ഇമ്പൾസ്. എൻഡോക്രൈൻ സിസ്റ്റം കെമിക്കൽ കൺട്രോൾ ആണെന്ന് പറഞ്ഞു. അത് കെമിക്കൽ സിഗ്നലിംഗ് ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോർമോൺസ്. എന്ത് മനോഹരമായിട്ടാണല്ലേ നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നത്.
കോർഡിനേറ്റ് ഓൾ ദി ബോഡി ഫങ്ഷൻസ്. അപ്പൊ ബേസിക്കലി എൻഡോക്രൈൻ സിസ്റ്റവും നെർവസ് സിസ്റ്റവും നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ നമ്മുടെ കൺട്രോളിനെയും കോർഡിനേഷനെയും കാരണമാകുന്നുണ്ട്. ഇനി നെർവസ് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. ദെൻ വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് എൻഡോക്രൈൻ സിസ്റ്റം. നെർവസ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് വേരിയസ് ഫങ്ഷൻ ആൻഡ് ആക്ഷൻസ് ഓഫ് അവർ ബോഡി. സോ ഈ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത്? സി, ദ മെയിൻ region is brain and spinal cord. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ. ബ്രെയിനും സ്പൈനൽ കോഡ് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ. പിന്നെ കാണുന്നത് ഒരുപാട് നെർവ്സ് ഉണ്ട്. നെർവ്സ് ഇത്രയാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. ബ്രെയിനും സ്പൈനൽ കോഡും നെർവ്സും. അങ്ങനെയാണെങ്കിൽ തുടർന്ന് നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസ് ആണ് സ്റ്റിമുലസും റെസ്പോൺസും. എന്താണ് സ്റ്റിമുലസ്, എന്താണ് റെസ്പോൺസ്? നമുക്ക് ചുറ്റിലുമുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി അറിയുന്നുണ്ട്, ശരിയല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു പൂച്ചെടി ഉണ്ടെങ്കിൽ ആ പൂച്ചെടി നമ്മൾ കാണുന്നുണ്ട്. കാണുന്നില്ലേ? കാണുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നില്ലേ? നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ? തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഫോണിന്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീനിന്റെ അല്ലെങ്കിൽ ടെലിവിഷന്റെ സ്പീക്കർ ഔട്ട്പുട്ടിലൂടെ വരുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കും. ശരിയല്ലേ? ശരിയാണല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിരുന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം അറിയുന്നത്? അതിന് സഹായിക്കുന്നത് തീർച്ചയായിട്ടും സെൻസ് ഓർഗൻസ് അല്ലെ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ അഥവാ സെൻസ് ഓർഗൻസ് ആണ് നമ്മൾ അതിന് സഹായിക്കുന്നത്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളിപ്പോ കേൾക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ, ഐ എം ലുക്കിംഗ് അറ്റ് എൻ ഒബ്ജക്ട്. ഞാൻ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ ആക്ച്വലി ഞാൻ ആ വസ്തുവിനെ കാണുന്നത് എന്തുകൊണ്ടാ? ബിക്കോസ് ഓഫ് ദ ലൈറ്റ്. അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണാൻ സഹായിക്കുന്നുണ്ട്. സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ സൗണ്ടും ലൈറ്റും ഒക്കെ എന്താണ്? സ്റ്റിമുലസ്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ ചേഞ്ച് ഇൻ ദ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. അതായത് ഒരു ജീവിയുടെ ഇന്റേണൽ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ ആ ജീവിയുടെ അകത്തുള്ള സംഭവമാണ്. ആൻഡ് എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ ആ ജീവിയുടെ പുറത്തുള്ള സംഭവമാണ്. അപ്പൊ ഒരു ജീവിയുടെ അകത്തുള്ളതോ പുറത്തുള്ളതോ ആയ എൻവിറോൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റം, ചേഞ്ച്, ആ ചേഞ്ച് തീർച്ചയായിട്ടും ആ ജീവിയിൽ ഒരു പ്രതികരണം, ഒരു റെസ്പോൺസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ that is what is called stimulus. I will give you a simple example. Here you can see a girl and what she is doing, accidentally she touched a hot object. Means avade heat energy undavum. Heat energy, correct? Heat energy. And that heat energy, അദ്ദേഹം ആ ഒരു സ്ത്രീ എന്ത് ചെയ്തു? ആ ഗേൾ ആ ഹോട്ട് ഒബ്ജക്ട് ടച്ച് ചെയ്തു, കൈ വിഡ്രോ ചെയ്തു. സോ കൈ വിഡ്രോ ചെയ്തു. പുള്ളിങ് ഹാൻഡ് അവേ ഈസ് റെസ്പോൺസ്. ആൻഡ് വാട്ട് മെയ്ഡ് ഹർ ടു റെസ്പോണ്ട്? ദ ഹീറ്റ് എനർജി. സോ ഹീറ്റ് എനർജി ഈസ് ദ സ്റ്റിമുലസ്. മനസ്സിലായോ? ഒരു ജീവി പ്രതികരിക്കാൻ കാരണമായത് എന്താണോ ദാറ്റ് ഈസ് സ്റ്റിമുലസ്. ഓക്കെ, പാടത്തൂടെ നടന്നു പോകുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. വയലിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച. ഒരുപാട് കുട്ടികൾ പാട്ടയോ മറ്റും പാത്രങ്ങളോ മറ്റും തമ്മിൽ ഇങ്ങനെ കൂട്ടിയടിക്കുന്നത് ഞാൻ കാണുകയായി. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പാത്രങ്ങൾ പരസ്പരം കൂട്ടിയടിക്കുന്നത്? കുട്ടികൾ പറഞ്ഞു, ഈ വയലിൽ തത്തകളുടെ ശല്യം വളരെ കൂടുതലാണ്. പാരറ്റ്, തത്തകളുടെ ശല്യം വളരെ കൂടുതലാണ്. ഈ തത്തകളെല്ലാം തന്നെ നെൽമണികൾ കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്നു. അതുമൂലം വളരെ നഷ്ടമാണെന്ന് കുട്ടികൾ പറയുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചേക്ക സിറ്റുവേഷൻ. കുട്ടികൾ പാത്രം ഇടിക്കുന്ന സമയത്ത് ഈ തത്തകളെല്ലാം തന്നെ പറന്ന് പോവുകയാണ് ഈ സൗണ്ട് കേട്ട്. അപ്പൊ ഇവിടെ സൗണ്ട്, ആ ശബ്ദം സ്റ്റിമുലസ് ആണ്. ആ ശബ്ദം കേട്ടപ്പോൾ തത്ത പറന്നുപോയി
ആ തത്ത പറന്ന് പറന്ന് അകന്നു പോയത് തത്തയുടെ റെസ്പോൺസ് ആണ്. അപ്പൊ തത്ത അവിടെ റെസ്പോണ്ട് ചെയ്തത് സൗണ്ട് എന്ന സ്റ്റിമുലസിനോടാണ്. മനസ്സിലായില്ലേ? അതാണ് സ്റ്റിമുലസും റെസ്പോൺസും. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എനി ബിഹേവിയർ, ശ്രദ്ധിച്ചോ, എനി ബിഹേവിയർ ഓഫ് എ ലിവിങ് ഓർഗാനിസം ദാറ്റ് റിസൾട്ട് ഫ്രം എൻ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ ചേഞ്ച്. അതാണ് നമ്മുടെ സ്റ്റിമുലസിനോട്, അല്ലെ? എക്സ്റ്റേണൽ ഇന്റേണൽ ചേഞ്ചിന് സ്റ്റിമുലസ് എന്നല്ലേ പറഞ്ഞേ. അപ്പൊ സ്റ്റിമുലൈനോടുള്ള പ്രതികരണം ബിഹേവിയർ ആണ്, അല്ലെ? ഒരു ജീവി നടത്തുന്ന ബിഹേവിയർ, അതാണ് റെസ്പോൺസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടു, സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഇന്റേണൽ ആവാം, അതല്ലെങ്കിൽ എന്താവാം, എക്സ്റ്റേണൽ ആവാം എന്ന് പറഞ്ഞു. ഇന്റേണൽ മീൻസ് വാട്ട് എവർ ഹാപ്പനിങ് ഇൻസൈഡ് അവർ ബോഡി, ലൈക്ക് thirst, then hunger. These are all internal stimuli happening inside our body. നമുക്ക് ദാഹിക്കും, വിശക്കും. അപ്പൊ നമ്മൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കും. പരിസ്ഥിതിയിൽ വിശക്കുമ്പോൾ അവർ സ്നിക്കേഴ്സ് കഴിക്കും, നമ്മൾ വിശക്കുമ്പോൾ ചോറും കറിയും കഴിക്കും. അത്ര വ്യത്യാസം. അപ്പൊ ഇവിടെ എന്താണ്? അത് ഇന്റേണൽ സ്റ്റിമുലസ് ആണ്. സൗണ്ട്, ലൈറ്റ്, പെയിന്, ടെമ്പറേച്ചർ, ഇതൊക്കെ എന്താണ്? എക്സ്റ്റേണൽ സ്റ്റിമുലസ്. മനസ്സിലായി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ അടുത്ത ചോദ്യം ഇതാണ്. സ്റ്റിമുലസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റിമുലസ് എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എല്ലാവർക്കും അത് മനസ്സിലായി. ഈ സ്റ്റിമുലസിനെ നമ്മുടെ ബോഡിയിൽ റിസീവ് ചെയ്യാൻ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണേ. സ്റ്റിമുലസിനെ നമ്മുടെ ബോഡിയിൽ റിസീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ, സ്റ്റിമുലസിനെ നമ്മുടെ ബോഡിയിൽ റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി എന്തുണ്ട്? സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ്. റെഡി? സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ. ഈ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് എവിടെയാ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണുന്നത് സെൻസ് ഓർഗൻസിലാണ്. സെൻസ് ഓർഗൻസ് നമ്മുടെ ഇന്ദ്രിയങ്ങളിലാണ്. 5 സെൻസ് ഓർഗൻസ് നമുക്കുണ്ട്. ഏതൊക്കെ? ഐ, ഇയർ, നോസ്, ടങ്, സ്കിൻ. ദീസ് ആർ 5 സെൻസ് ഓർഗൻസ്. ഈ 5 സെൻസ് ഓർഗൻസിലും സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ എന്തുണ്ടെന്നാണ് സാറ് പറഞ്ഞത്? സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഈ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ഈ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും. സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ്. റിസപ്റ്റേഴ്സ്. എന്താ റിസപ്റ്റേഴ്സ്? സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് seen in the sense organs that can receive or detect stimulus. What? Stimulus. Clear അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ റിസപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ റിസപ്റ്ററുകൾ ഏതൊക്കെയാണ്? ആദ്യം തന്നെ ഞാൻ സൂം ചെയ്യുന്നുണ്ട്. കണ്ണിൽ കാണപ്പെടുന്ന റിസപ്റ്റർ ഐ, അത് ഫോട്ടോ റിസപ്റ്റർ ആണ്. സ്റ്റിമുലസ് ഏതാ? ലൈറ്റ്. ലൈറ്റിനെ റിസീവ് ചെയ്യാൻ കണ്ണാകുന്ന സെൻസ് ഓർഗനിൽ കാണപ്പെടുന്ന റിസപ്റ്റർ ഫോട്ടോ റിസപ്റ്റർ. ചെവിയിൽ കാണപ്പെടുന്ന റിസപ്റ്റർ ഓഡിറ്ററി റിസപ്റ്റർ അല്ലെങ്കിൽ ഫോണോ റിസപ്റ്റർ, സൗണ്ട് എന്ന സ്റ്റിമുലസിനെ ഡിറ്റക്ട് ചെയ്യും. മൂക്കിൽ കാണപ്പെടുന്നത് ഓൾഫാക്ടറി റിസപ്റ്റർ ആണ്, സ്മെൽ എന്ന സ്റ്റിമുലസിനെ, അരോമാറ്റിക് പാർട്ടിക്കിൾസിനെ ഡിറ്റക്ട് ചെയ്യും. നാവ്, ടങ്, ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് ഉണ്ട്, ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. സ്കിന്നില് വ്യത്യസ്തതരം റിസപ്റ്റേഴ്സ് ഉണ്ട്. ടാങ്കോ റിസപ്റ്റർ, തെർമോ റിസപ്റ്റർ, പ്രഷർ റിസപ്റ്റർ, ഒരുപാട് റിസപ്റ്റർ സ്കിന്നിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് ടച്ച്, ഹീറ്റ്, കോൾഡ്, പലതരത്തിലുള്ള സാധനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ സ്കിന്നിന് സാധിക്കുന്നു. ഇത് ക്ലിയർ അല്ലേ?
ഇത് വ്യക്തമാണോ? ഇതെല്ലാവർക്കും വ്യക്തമാണെങ്കിൽ നമ്മൾക്ക് ഇനി പറയാനുള്ളത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ന്യൂറോൺ ആണ് നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇത് ന്യൂറോൺ ആണ്, ഓർ ഇതിന് നമുക്ക് നെർവ് സെൽ എന്ന് വിളിക്കാം. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് നെർവ് സെൽ. ബീങ് എ സെൽ, അതിന് ന്യൂക്ലിയസ് ഉണ്ടാവും. ആൻഡ് യു ക്യാൻ സീ ദ ന്യൂക്ലിയസ് കണ്ടെയ്ൻ വിത്തിൻ ദിസ് പർട്ടിക്കുലർ സ്ട്രക്ചർ കോൾഡ് സെൽ ബോഡി. ഈ ഭാഗത്തെ സെൽ ബോഡി എന്നാ വിളിക്കാം. സെൽ ബോഡിയിലാണ് ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ സെൽ ബോഡിയിൽ നിന്ന് അറൈസ് ചെയ്ത് വരുന്ന ഒരുപാട് ഫിലമെന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഫിലമെന്റ്സ് ഉണ്ട്. ആ ഫിലമെന്റ്സിന് കുറെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേര് ഡെൻഡ്രൈറ്റ് എന്നാണ്. ഡെൻഡ്രൈറ്റ്. അതില് ഈ സെൽ ബോഡിയിൽ നിന്ന് ഒരു ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഇങ്ങനെ താഴെ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഇറ്റ്സ് എ ലോങ്ങസ്റ്റ് ഫിലമെന്റ്. ഇറ്റ്സ് കോൾഡ് ആക്സോൺ. The longest filament arising from the cell body is axon. ആക്സോണിന്റെ അറ്റത്ത് ആക്സോൺ ടെർമിനൽസ് എന്ന് വിളിക്കാം. സിംപ്ലി ആക്സോൺ ടെർമിനൽസ് വിളിച്ചാൽ. ഓക്കെ, ഈ ആക്സോൺ ഇതല്ലടാ, ഈ കാണുന്ന നടുക്കേ കൂടി പോകുന്നതാണ് ആക്സോൺ എന്ന് പറയുന്ന ഭാഗം. ഇതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മൈലിൻ ഷീറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നോഡ് ഓഫ് റാൻവീർ ഉണ്ട്. ഒരു വർഷത്തെ ചോദ്യം ഇതായിരുന്നു. നോഡ് ഓഫ് റാൻവീർ കാണുന്ന സെൽ ഏതാ? അത് നെർവ് സെല്ലില്ല, അല്ലെങ്കിൽ ന്യൂറോണിലാണ് നോഡ് ഓഫ് റാൻവീർ നമുക്ക് കാണാം. ഇത്രയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ ആക്സോൺ ടെർമിനലില് കുറെ ബൾജ്ഡ് റീജിയൻസ് കാണും. നമുക്ക് വീർത്തിരിക്കുന്ന ഭാഗങ്ങൾ, ബൾജ്ഡ് റീജിയൻസ്. അതിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കും. ബൾജ്ഡ് റീജിയൻസ്. ഇറ്റ് സെക്രീറ്റ്സ് സം കെമിക്കൽ സബ്സ്റ്റൻസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ. Acetylcholine is an example of neurotransmitter. Okay, ready. So എന്റെ എല്ലാ മക്കളും ഇവിടെ ശ്രദ്ധിച്ചേ. Here you can see two neurons. ഒന്നാമത്തത് ഈ ന്യൂറോൺ ആണ്. I am calling it as neuron 1. And this is second neuron. I am calling it as neuron 2. Two neurons, neuron 1 and neuron 2. ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് ന്യൂറോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൺ ആഫ്റ്റർ അതർ. ഇതുപോലെയാണ് ന്യൂറോൺസ് ഉണ്ടാവുക. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഉണ്ടാവും. ആൻഡ് യു ക്യാൻ സീ ഇറ്റ്സ് നോട്ട് കണക്റ്റഡ്. ഇൻസ്റ്റെഡ് യു ക്യാൻ സീ എ ഗ്യാപ്പ് ഓവർ ഹിയർ. അവിടെ ഗ്യാപ്പ് ആണ് കാണാം. ദേ ആർ നോട്ട് കണക്റ്റഡ്, ദേ ആർ ഹാവിംഗ് എ ഗ്യാപ്പ്. ആ ഗ്യാപ്പിനെ നമുക്ക് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് വിളിക്കാം. വിടവാണത്. സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ജംഗ്ഷൻ ഈസ് കോൾഡ് ആസ് സിനാപ്സ്. ആ ജംഗ്ഷനെ നമുക്ക് സിനാപ്സ് എന്ന് വിളിക്കാം. റെഡി. ആൻഡ് ഇഫ് യു സീ ഒരു ന്യൂറോണിൽ ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് ന്യൂറോണിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പൾസ് കടന്നു പോകുന്ന ഡയറക്ഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ഭാഗം ഇറ്റ്സ് ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ഭാഗം ഡെൻഡ്രൈറ്റ്. Then it will move to dendron. ഓക്കെ, ആദ്യം എവിടെ വരിക? ഡെൻഡ്രൈറ്റ്. ഇത് ഓർത്തു വെക്കണേ. Then to dendron. Then to cell body. Okay, then to cell body. അത് കഴിഞ്ഞാണ് ആക്സോണിലേക്ക് പോവുക. ആക്സോൺ. I hope it is clear. Then to axonite. axonite-ലേക്കാണ് പോവുക. And finally to our synaptic node. This is the direction of flow of impulse. ഇമ്പൾസ് കടന്നു പോകുന്ന ഡയറക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡെൻഡ്രൈറ്റ് റിസീവ് ചെയ്തു. ഞാനിപ്പോ ഈ ഒരു ലേസർ പോയിന്റ് കാണിക്കാം. ഡെൻഡ്രൈറ്റ് ഇമ്പൾസിന് റിസീവ് ചെയ്തു. ഇറ്റ് വിൽ ബി മൂവിംഗ് ത്രൂ ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ എത്തി. then to cell body, then to axon, then to axonite,
ആൻഡ് ഫൈനലി ഇറ്റ് വിൽ റീച്ച് സിനാപ്റ്റിക് നോബ്. അപ്പൊ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അടുത്തത് നെക്സ്റ്റ് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്കാണ് ഇമ്പൾസ് വരേണ്ടത്. ബട്ട് ഐ ടോൾഡ് യു ഹിയർ ഈസ് എ ഗ്യാപ്പ്. അവിടെ ഗ്യാപ്പാണ്. സോ ഇൻ ദാറ്റ് പർട്ടിക്കുലർ മൊമെന്റ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ബൾജ്ഡ് റീജിയൻ, അതിനെന്താ വിളിച്ചത് നമ്മള്? ബൾജ്ഡ് റീജിയൻസിനെ വിളിച്ച പേരെന്തായിരുന്നു? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കളർ എടുക്കട്ടെ. ഈ ബൾജ്ഡ് റീജിയൻ എന്താ വിളിച്ചത്? സിനാപ്റ്റിക് നോബ് അല്ലെ? സിനാപ്റ്റിക് നോബ്. അത് കെമിക്കൽ റിലീസ് ചെയ്യും, ന്യൂറോ ട്രാൻസ്മിറ്റർ. അത് അടുത്ത ന്യൂറോണിലേക്ക് ആ കെമിക്കൽ, അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് ആ കെമിക്കൽ വന്ന് വീഴും. ആ ഡെൻഡ്രൈറ്റിൽ വീണ്ടും സ്റ്റിമുലേഷൻ സംഭവിച്ച് ഇമ്പൾസ് ഉണ്ടായി. ആ ഇമ്പൾസ് വീണ്ടും ഈ ഡെൻഡ്രൈറ്റിലൂടെ ഡെൻഡ്രോണിലേക്ക് വന്നു, സെൽ ബോഡി. ദെൻ ഇവിടുന്ന് ആക്സോൺ അറ്റ് സിനാപ്റ്റിക് നോബ്. ഈ ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബിലെത്തും. വീണ്ടും അടുത്ത ന്യൂറോൺ അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. അടുത്ത ന്യൂറോണിലേക്ക് അത് ഇവിടുത്തെ സിനാപ്റ്റിക് നോബിന്ന് കെമിക്കൽ ഉണ്ടായി അടുത്ത ന്യൂറോണിലേക്ക് വന്നു. ഇതിങ്ങനെ ആവർത്തിച്ച് നമ്മുടെ തലച്ചോറിലേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിലേക്കൊക്കെ മെസ്സേജസ് എത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി തലച്ചോറ് അഥവാ സ്പൈനൽ കോഡിലേക്ക് മാത്രമല്ല, അവിടുന്ന് തിരിച്ചും മെസ്സേജിനെ കൊണ്ടുപോകുന്നത് ഇതേ ന്യൂറോൺ അഥവാ നെർവ് സെല്ല് തന്നെയാണെന്ന് ഓർത്തു വെക്കണം. ഓക്കെ. ഇനി ആ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വിശദമായി മനസ്സിലാക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു വാക്ക് പറഞ്ഞു. ഇവിടെ രണ്ട് ന്യൂറോണുകൾക്കിടയിൽ സിനാപ്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മറ്റേ സിനാപ്സ്, രണ്ട് ന്യൂറോണുകൾക്കിടയിൽ ഇവിടെ സിനാപ്സ് കണ്ടു. ഇനി രണ്ട് ന്യൂറോണുകൾക്കിടയിൽ മാത്രമല്ല നമുക്ക് സിനാപ്സ് കാണാം. രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കൂടാതെ ന്യൂറോണിനും മസിൽ സെല്ലിനിടയിൽ നമുക്ക് സിനാപ്സ് കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ ന്യൂറോണിനും ഗ്ലാൻഡുലാർ സെല്ലിനിടയിലും നമുക്ക് സിനാപ്സ് കാണാം. അപ്പോൾ ന്യൂറോണിനും മസിൽ സെൽസിനും ഇടയിൽ കാണപ്പെടുന്ന സിനാപ്സിനെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് വിളിക്കാം. പേര് പോലെ തന്നെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ, സിനാപ്സ് ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺ ആൻഡ് മസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് തന്നെ അത് കാണാൻ സാധിക്കുന്നുണ്ടാവും, വളരെ വ്യക്തമായിട്ട്. ദിസ് ഈസ് ദ ന്യൂറോൺ ആൻഡ് ദിസ് ഈസ് ദ മസിൽ. അവരുടെ ഇടയിൽ ഫോം ചെയ്യുന്ന ജംഗ്ഷൻ ദാറ്റ് ഈസ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. ഇത് ക്ലിയർ അല്ലേ? യെസ്. ദ നെക്സ്റ്റ് തിങ് ഈസ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. ന്യൂറോൺസ് എത്ര തരത്തിലുണ്ട്? 3 തരം. സെൻസറി, ദെൻ റിലേ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ. ഇനി സെൻസറി ന്യൂറോൺ എന്താണ് ചെയ്യുന്നത്? ഞാനിവിടെ കാണിച്ചു തരാം. ദിസ് ഈസ് മോട്ടോർ. 3 ടൈപ്പ് ന്യൂറോൺ ഉണ്ട്: സെൻസറി, റിലേ ആൻഡ് മോട്ടോർ ന്യൂറോൺ. ഇത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ലെറ്റ് മീ യൂസ് എ ബ്ലാങ്ക് സ്ലൈഡ്. ഞാനൊരു ബ്ലാങ്ക് സ്ലൈഡ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ടേക്കിംഗ് എ ബ്ലാങ്ക് സ്ലൈഡ് ഹിയർ. ഓക്കെ, ബ്ലാങ്ക് സ്ലൈഡ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ബ്രെയിൻ, സ്പൈനൽ കോഡ്, ഇതാണല്ലോ നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗങ്ങൾ ഇത് തന്നെയാണ്. ബ്രെയിനും സ്പൈനൽ കോഡും അല്ലെ? ബ്രെയിനും സ്പൈനൽ കോഡും തന്നെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇപ്പുറത്ത് ഞാൻ ബോഡി പാർട്സ് എഴുതി. ശരീരഭാഗങ്ങൾ, ബോഡി പാർട്സ്, കൈയും കാലും ഒക്കെ വരും കേട്ടോ. ബോഡി പാർട്സ്, ശരീരഭാഗങ്ങൾ എന്നിവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ബോഡി പാർട്സ്. മെസ്സേജുകൾ ശരിക്കും ശ്രദ്ധിക്കണേ. മെസ്സേജുകൾ ബോഡി പാർട്സ് നിന്ന് തലച്ചോറിലേക്ക് വരുന്നുണ്ടോ? ഉണ്ട്. സ്പൈനൽ കോഡിലേക്ക് വരുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഞാനൊരു സാധനം ഇപ്പൊ എന്റെ മേലിൽ ആരെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ ഞാൻ അത് അറിയുന്നത് എന്തുകൊണ്ടാ? ടച്ച് ചെയ്യുമ്പോൾ സ്റ്റിമുലസ് വന്നു, സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത് റിസപ്റ്റർ ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു. ഇമ്പൾസ് നേരെ തലച്ചോറിലേക്ക് വരുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ആരോ എന്നെ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അല്ലെ? പിന്നെയുള്ള ഡിസിഷൻ എന്റെ ഡിസിഷനാണ്. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കൈയോടുന്ന് ഞാൻ കൈ വെക്കുമ്പോഴാണ് എന്നെ ആരോ ടച്ച് ചെയ്തത്, അപ്പൊ ഞാൻ ആ കൈ പിൻവലിക്കുന്നു. സോ തിരിച്ചും മെസ്സേജ് വരുന്നുണ്ട്, അല്ലെ? ബ്രെയിനിലേക്ക് മെസ്സേജ് പോകുന്നതുകൊണ്ട്
അവിടെ അനാലിസിസ് നടക്കുന്നുണ്ട്, തിരിച്ച് മെസ്സേജ് തിരിച്ച് മസിൽസിലേക്ക് വരുന്നുമുണ്ട്. സോ ബോഡി പാർട്സിൽ നിന്ന് മെസ്സേജിനെ ഇവിടെ നമ്മൾ പറയും ഇമ്പൾസ് അല്ലെ, ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന, ബോഡി പാർട്സിൽ നിന്ന് ഇമ്പൾസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന, അതായത് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടുപോകുന്ന ന്യൂറോണിനെ നമ്മൾ സെൻസറി ന്യൂറോൺ എന്ന് വിളിച്ചു. സെൻസറി ന്യൂറോൺ എന്താ വിളിച്ചത്? സെൻസറി ന്യൂറോൺ എന്ന് വിളിച്ചു. സെൻസറി ന്യൂറോൺ. അപ്പൊ സെൻസറി ന്യൂറോൺ എന്താ? സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പാർട്സ് നിന്ന് CNS ബ്രെയിനിലും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസിനെ കൊണ്ടുപോകുന്നത് സെൻസറി ന്യൂറോൺ. ഇനി ബ്രെയിൻ അനാലിസിസ് നടത്തിയതിനു ശേഷം തിരിച്ച് ബോഡി പാർട്സിലേക്ക് ഇമ്പൾസ് കൊണ്ടുപോകാറുണ്ട്. ആ ഇമ്പൾസ് കൊണ്ടുപോകുന്ന തിരിച്ച് ബോഡി പാർട്സിലേക്കാണ്, ബ്രെയിൻ സ്പൈനൽ കോഡിൽ നിന്ന് തിരിച്ച് ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകാറുണ്ട് എന്ത്? ഇമ്പൾസ്. ആ ഇമ്പൾസ് കൊണ്ടുപോകുന്ന ന്യൂറോണ് മോട്ടോർ ന്യൂറോൺ. ക്ലിയർ? മോട്ടോർ ന്യൂറോൺ എന്ന് വിശേഷിപ്പിക്കാം. മോട്ടോർ ന്യൂറോൺ. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിക്കോളൂ, സെൻസറി ന്യൂറോൺ എന്താ? ശ്രദ്ധിച്ചു കേൾക്കണേ. സെൻസറി ന്യൂറോൺ എന്താ? ക്യാരി ഇമ്പൾസ് ഫ്രം സെൻസറി ഓർഗൻസ് അല്ലെങ്കിൽ റിസപ്റ്റർ അല്ലെങ്കിൽ ബോഡി പാർട്സ് ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇനി മോട്ടോർ എന്താണ്? ക്യാരി ഇമ്പൾസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ഇഫക്ടർ. ഇഫക്ടർ എന്ന് വെച്ചാൽ മസിൽസ് ആണ്. അതും ബോഡി പാർട്സ് എന്ന് ജനറലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നതാണ് റിലേ ന്യൂറോൺ. രണ്ടുപേരെയും കണക്ട് ചെയ്യും. ഓക്കെ, റിലേ ന്യൂറോൺ എന്ന് നമുക്ക് പറയാം. റിലേ ന്യൂറോൺ എന്ന് നമുക്ക് പറയാം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ഭാഗങ്ങളാണ് ബ്രെയിനും സ്പൈനൽ കോഡും. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. പിന്നീട് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മുടെ നെർവ്സ് വരുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. നെർവ്സ് വരുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ. അവിടെ തന്നെ നമുക്ക് 31 പെയർ സ്പൈനൽ നെർവ്സ് അറൈസിംഗ് ഫ്രം സ്പൈനൽ കോഡ്. അതുപോലെ തന്നെ 12 പെയർ ഓഫ് ക്രാനിയൽ നെർവ്സും അവിടെ ഉൾപ്പെട്ടിരിക്കും. ഇനി നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനമായി 2 ഭാഗങ്ങളിൽ ഒന്നാമത്തെ ഭാഗം ബ്രെയിൻ ആണ്. ബ്രെയിൻ ഈസ് ദ മെയിൻ കോർഡിനേറ്റിംഗ് സെന്റർ ഓഫ് ദ ബോഡി. ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ക്രാനിയം ഓർ ബ്രെയിൻ ബോക്സ്. അല്ലെ, തലച്ചോറ് ക്രാനിയം സ്കള്ളിലെ ബ്രെയിൻ ബോക്സിലാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഹാർഡ് ബോണി പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ദ ബ്രെയിൻ. അത് കൂടാതെ ബ്രെയിനിന്റെ ചുറ്റിലും ട്രിപ്പിൾ ലെയർഡ് മെംബ്രെയിനസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ ട്രിപ്പിൾ ലെയർ മെംബ്രെയിനസ് പ്രൊട്ടക്ഷനെ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസ് എന്ന ആവരണം ആ മെംബ്രെയിന്റെ ഇടയിലും ബ്രെയിനിന്റെ വെൻട്രിക്കിൾസിലും, വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞാല് ബ്രെയിനിന്റെ ഉള്ളിൽ ഇതുപോലെ കുറെ അറകളുണ്ട്. ദാറ്റ്സ് വാട്ട് ഈസ് കോൾഡ് വെൻട്രിക്കിൾസ്. ആ വെൻട്രിക്കിൾസിലും മെനിഞ്ചസിന്റെ ലെയറുകൾക്കിടയിലും there is a clear colorless fluid which is formed from the blood and is reabsorbed back to the blood. That fluid is called cerebrospinal fluid and it is shown here, cerebrospinal fluid. A clear colorless fluid that flows in and around the hollow spaces. That is hollow spaces neയാണ് നമ്മൾ ventricles എന്ന് പറയാം. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ventricles of the brain and spinal cord. Then parts of the brain, forebrain, midbrain, hindbrain. ഫോർബ്രെയിനിലാണ് സെറിബ്രവും പിന്നെ നമ്മുടെ ഡയൻസെഫലോൺ, തലാമസ്, ഹൈപ്പോതലാമസ് വരും. പിന്നെ കോർപ്പസ് കലോസം. 2 ഹെമിസ്ഫിയർ, 2 ബ്രെയിനിന്റെ 2 ഹെമിസ്ഫിയറുകൾക്കിടയിൽ സന്ദേശങ്ങളെ കൊടുക്കാനും വാങ്ങാനും സഹായിക്കുന്ന ഷീറ്റാണ് കോർപ്പസ് കലോസം. ടിഷ്യൂ ആണ് കോർപ്പസ് കലോസം. പിന്നെ സെറിബ്രം ഉണ്ട്, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. പിന്നെ മിഡ് ബ്രെയിൻ വേറെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. മിഡ് ബ്രെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗം. പിന്നെ ഹൈൻഡ് ബ്രെയിനിൽ വരുന്ന പോൺസ്, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, ദീസ് ആർ ഹൈൻഡ് ബ്രെയിൻ പോർഷൻ. സെറിബെല്ലം ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് സെറിബെല്ലം ആണ്. നമുക്ക് ഓരോന്നും നോക്കി പോകാം. ആദ്യം ഫോർ ബ്രെയിനെയും മിഡ് ബ്രെയിനെയും നമ്മളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫോർ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് സെറിബ്രം ആൻഡ് ഡയൻസെഫലോൺ.
ഹൈപ്പോതലാമസും തലാമസും ഒക്കെ തന്നെ വരും. ഇതിൽ സെറിബ്രത്തിന്റെ മെയിൻ ഫങ്ഷൻ ആണ് തിങ്കിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന, ഇമാജിനേഷനും മെമ്മറിയും തോട്ടും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സെറിബ്രമാണ്. കൺട്രോളിങ് വേരിയസ് ആക്ടിവിറ്റീസ്, ഓക്കെ, ലൈക്ക് ടച്ച്, സ്മെല്ല്, ഹിയറിംഗ്, സ്പീച്ച് എക്സെട്ര. ഇതൊക്കെ കൺട്രോൾ ചെയ്യും. വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഫോർ ബ്രെയിൻ. അതിൽ വരുന്ന സെറിബ്രം. പിന്നെ നമുക്ക് പറയാം ഇവോക്കിംഗ് സെൻസേഷൻ, പാർട്ട് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് ഇവോക്ക് സെൻസേഷൻ. ഇന്ദ്രിയാനുഭവങ്ങളെ ഉളവാക്കുന്നു. കാഴ്ച, കേൾവി, ഇതൊക്കെ ചെയ്യുന്നത് ഫോർ ബ്രെയിനിലെ സെറിബ്രമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി മിഡ് ബ്രെയിനിലേക്ക് വരുമ്പോൾ ഇത് ആക്ച്വലി ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യും. നടുക്കുന്ന ആളല്ലേ. ഫോർ ബ്രെയിനെയും ഹൈൻഡ് ബ്രെയിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യും. നമ്മളെ കണ്ണുകളുടെ റിഫ്ലക്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഡൈലേഷന്റെ കാര്യങ്ങളും മറ്റേ പ്യൂപ്പിളിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഇനി ഹൈൻഡ് ബ്രെയിനിലേക്ക് വരും. മിഡ് ബ്രെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹൈൻഡ് ബ്രെയിനിലേക്ക് വരും 3 ഭാഗങ്ങളുണ്ട്: പോൺസ്, സെറിബെല്ലം, മെഡുല. സെറിബെല്ലം മെയിൻറ്റെയിനിങ് പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ദ ബോഡി, part of the brain that coordinate muscular activities and maintains equilibrium of the body, that is cerebellum. Medulla oblongata is like a rod-shaped portion of the brain, controlling involuntary actions like heartbeat, breathing, etc. Swallowing. അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കട്ടയാണ്. സോ ഇവിടുന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ സെറിബ്രത്തിന്റെ കേസിൽ പറയുമ്പോൾ എനി ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്. സതീഷ് met with an accident. After the accident, he fails to recognize his friends, relatives. Which brain part might be affected in that accident? Cerebrum, because it is a region where thought, memory, everything is there, controlled. So, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റണം. The next question, alcoholic person generally walks clumsy. Which brain part is affected? Or simply why? So, cerebellum is the part affected. Alcohol molecule affects cerebellum, and this region is responsible for coordinating muscular activity and maintaining equilibrium, balance of the body. Cerebellum gets affected means balance won't, posture or balance won't happen, right? Balance kittilla. Then next question, medulla oblongata is controlling involuntary action. So any minor injury to medulla oblongata lead to sudden death. Any small injury to medulla oblongata lead to sudden death. Why? Because it's this region which controls involuntary actions like heartbeat, breathing, etc. So, damage to this region means this region cannot control involuntary actions. Heartbeat, breathing, etc. are involuntary, not under our control. So, if these actions are not happening means marichu. Spinal cord, next region of central nervous system. Spinal cord is actually extension of medulla oblongata. Medulla oblongata, അതിന്റെ എക്സ്റ്റൻഷൻ ആണ് സ്പൈനൽ കോഡ്. ലോങ് ട്യൂബുലർ സ്ട്രക്ചർ മേഡ് ഓഫ് നെർവസ് ടിഷ്യൂ എക്സ്റ്റെൻഡിങ് ഫ്രം ദ ബേസ് ഓഫ് ദ ബ്രെയിൻ ഡൗൺ ടു ദ സ്പൈൻ. തലേ കൂടി ഇങ്ങനെ വരും. നമ്മളെ ബാക്ക് ബോണിന്റെ അകത്താണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓർ വെർട്ടിബ്രൽ കോളം. ദ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ദ സ്പൈനൽ കോഡ് 33 ഇന്റർലോക്കിംഗ് വെർട്ടിബ്രേ ഉണ്ട് നമുക്കറിയാം. ക്യുഷൻ വിത്ത് കാർട്ടിലേജിനസ് റിംഗ്. അതുകൊണ്ട് തന്നെ ഇന്റർലോക്ക് ചെയ്ത് കാർട്ടിലേജ് റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യാം. ഇതൊക്കെ പാർഷ്യലി മൂവബിൾ, റൈറ്റ്? മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. Then next is very very important topic. Very very important topic. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. See this image. This lady while cooking accidentally touched the hot object, hot pan in front of her. അറിയാതെ ടച്ച് ചെയ്തു, പുള്ളി കൈ വിഡ്രോ ചെയ്തു. See, ഇവിടെ ഈ ആക്ഷൻ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. വേണമെന്ന് വെച്ച് ടച്ച് ചെയ്തിട്ട് കൈ വിഡ്രോ ചെയ്തതല്ല. It was accidental. It was accidental. Accidental. Correct? Yes. And the response was very quick also. ചൂട് കിട്ടിയപ്പോൾ തന്നെ കൈ വിഡ്രോ ചെയ്തു. Very quick. Very quick. Or we can say sudden. Correct? Correct? And ഈ ഒരു ആക്ഷൻ നമ്മുടെ കൺട്രോളിലാണോ? നമ്മൾ ഹോട്ട് ഒബ്ജക്ട് ടച്ച് ചെയ്തു, അപ്പൊ തന്നെ നമ്മൾ കൈ പിൻവലിക്കും. നമ്മൾ ചിന്തിച്ചിരിക്കോ, അയ്യോ എന്റെ കൈ പൊള്ളുന്നുണ്ടല്ലേ, അയ്യോ ഞാൻ കൈ പിൻവലിക്കണോ അല്ലേ, ഞാൻ കൈ പിൻവലിച്ചേ, അങ്ങനെയാണോ? നോ, ഇറ്റ്സ് നോട്ട് അണ്ടർ മൈ കൺട്രോൾ. It's not under your control. It's not under her control. Means it is involuntary. Involuntary. So accidental, involuntary,
quick response towards stimuli. That is what is called reflex action. Reflex action. The fastest, sudden, quick action, which is involuntary and instantaneous. Very fastly we are doing it. Response to stimulus. That is what is called reflex action. Okay, ready? It's involuntary, it's quick, then quick ആണ്, ഇൻവോളണ്ടറി ആണ്, പിന്നെന്താ പറഞ്ഞല്ലോ നമ്മള്, ആക്സിഡന്റൽ. ഇൻസ്റ്റന്റേനിയസ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, അത് സംഭവിച്ചതിന് ശേഷം നമ്മൾ കൈ പിൻവലിച്ചു. ദിസ് ഇസ് വാട്ട് ഈസ് കോൾഡ് റിഫ്ലക്സ് ആക്ഷൻ. മക്കളെ, റിഫ്ലക്സ് ആക്ഷൻ നടക്കുമ്പോൾ ഒന്ന് നിങ്ങൾ ഈ ഒരു ചിത്രം ശ്രദ്ധിക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഹോട്ട് ഒബ്ജക്ട്. സോ അതിലെ സ്റ്റിമുലസ് ഹീറ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഹീറ്റിനെ റിസീവ് ചെയ്യാൻ നമ്മുടെ സ്കിന്നിൽ റിസപ്റ്റർ ഉണ്ട്, തെർമോ റിസപ്റ്റർ ഉണ്ട്. റിസീവ് ചെയ്തു, നമ്മൾ തൊടുമ്പോൾ റിസപ്റ്റർ റിസീവ് ചെയ്തു. റിസപ്റ്റർ സ്റ്റിമുലസിനെ റിസീവ് ചെയ്താൽ ഇമ്പൾസ് വിൽ ബി ജനറേറ്റഡ്. നോ സൂണർ ഡിഡ് ദി stimulus is received by the receptor generates impulse. ആ ഇമ്പൾസ്, ആ മെസ്സേജ് സെൻസറി ന്യൂറോൺ വഴി ഇങ്ങനെ പോകും. ഈ കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ പോയി സ്പൈനൽ കോഡിന്റെ ഉള്ളിലേക്ക് എത്തി. സ്പൈനൽ കോഡ്. ഇനി സ്പൈനൽ കോഡ് മെസ്സേജ് ബ്രെയിനിലേക്ക് കൊടുക്കും. ബിക്കോസ് ബ്രെയിനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് സ്പൈനൽ കോഡ് ഉള്ളത്. അപ്പൊ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഒക്കെ കൈമാറും. അവരൊരു ഡിസിഷൻ എടുത്തു. എന്താണ് ഡിസിഷൻ? ഇപ്പൊ ഹോട്ട് ഒബ്ജക്റ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്, പൊള്ളിയിട്ടുണ്ട് കൈ. ഇനിയും കുറെ സമയം അതുപോലെ ടച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടുതൽ ഇഞ്ചുറി ഉണ്ടാവും, ബേൺ ഇഞ്ചുറി. സോ ഇമ്മീഡിയറ്റ്ലി ദാറ്റ് പേഴ്സൺ നീഡ് ടു വിത്ഡ്രോ ദ ഹാൻഡ്. ദാറ്റ് ഈസ് ദ ഡിസിഷൻ ടുക്ക് ബൈ ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. അത് റിലേ ന്യൂറോണിലേക്ക് പോയിട്ട് മോട്ടോർ ന്യൂറോണിലൂടെ ആ ഒരു സന്ദേശം മസിൽസിലേക്കാണ് വരിക, അല്ലെങ്കിൽ ഇഫക്റ്ററിലേക്ക് വരും. വൈ മസിൽസ്? ബിക്കോസ് വിഡ്രോവൽ ഓഫ് ഹാൻഡ് എന്ന് പറയുന്ന ആക്ഷൻ നടക്കണമെങ്കിൽ ഇറ്റ്സ് എ മൂവ്മെന്റ് കോസ്ഡ് ബൈ മസിൽ ഓൺലി. മസിൽസിലേക്ക് വരണം. ദാറ്റ് ഈസ് ഇഫക്റ്റർ. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് റിഫ്ലക്സ് ആർക്ക്. ഇവിടെ ഇമ്പൾസ്, നമ്മുടെ ഈ വിരലിന്റെ അറ്റത്ത് ജനറേറ്റ് ചെയ്ത, റിസപ്റ്ററിൽ ജനറേറ്റ് ചെയ്ത ഇമ്പൾസ് സഞ്ചരിച്ചൊരു വഴിയുണ്ട്, ഒരു പാത. അത് സഞ്ചരിച്ച ആ വഴിയാണ് റിഫ്ലക്സ് ആർക്ക്. നോക്കിക്കേ, ഇമ്പൾസ് ഇവിടെ നേരെ സെൻസറി ന്യൂറോൺ പോയി, സ്പൈനൽ കോഡിന്റെ ഉള്ളിൽ വന്നു, റിലേ ന്യൂറോൺ ഉണ്ട് അവിടെ നേരെ നോക്കിക്കേ മോട്ടോർ ന്യൂറോൺ വഴി ഇതെങ്ങനെ വന്ന് മസിൽസിലേക്ക് വന്നു. ഇമ്പൾസ് സഞ്ചരിച്ച വഴി. That is what is called reflex arc. So what is reflex arc? Reflex arc is pathway എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. ഓഫ് ആരുടെ? ഇമ്പൾസിന്റെ. ഏത് പ്രോസസ്? റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് ആക്ഷൻ എന്ന പ്രോസസ് ഇമ്പൾസ് സഞ്ചരിച്ച വഴിയാണ് റിഫ്ലക്സ് ആർക്ക്. മനസ്സിലായില്ലേ? അവിടെ റിസപ്റ്റർ ഡിറ്റക്ട് സ്റ്റിമുലസ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു. അത് സെൻസറി ന്യൂറോൺ വഴി സ്പൈനൽ കോഡിലെത്തി. സ്പൈനൽ കോഡിലുള്ള റിലേ ന്യൂറോണാ. സെൻസറിനെയും മോട്ടോറിനെയും കണക്ട് ചെയ്യുന്ന സാധനമാണ് റിലേ ന്യൂറോൺ. പിന്നെ ഡിസിഷൻ ഒക്കെ എടുത്തു, ബ്രെയിനിലേക്കൊക്കെ മെസ്സേജ് ഒക്കെ സെൻഡ് ചെയ്തു. എന്നിട്ട് തിരിച്ച് മോട്ടോർ ന്യൂറോൺ വഴി നോക്കിയേ, സ്പൈനൽ കോഡിൽ നിന്ന് മോട്ടോർ ന്യൂറോൺ വഴി നേരെ എങ്ങോട്ടാ വന്നത്? നമ്മുടെ ഇഫക്റ്റർ റിലേറ്റഡ് മസിൽസിലേക്ക് വന്നു. കൈ പിൻവലിച്ചു. റെസ്പോൺസ് മസിൽ മൂവ്മെന്റ് ആണ്. എന്തൊരു എളുപ്പമാ. മനസ്സിലായോ? സോ മെജോറിറ്റി ഓഫ് റിഫ്ലക്സ് ആക്ഷൻ ഇസ് കൺട്രോൾഡ് ബൈ സ്പൈനൽ കോഡ്. മനസ്സിലായോ? അപ്പൊ റിഫ്ലക്സ് ആക്ഷൻ മെജോറിറ്റിയും കൺട്രോൾ ചെയ്യുന്ന സ്പൈനൽ കോഡാണ്. സെന്റർ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സ്പൈനൽ കോഡാണ്. ബട്ട് there are some reflexes controlled by brain also. Like if I'm throwing something towards your face, quickly you will be nodding your head, or you will be like closing your eyes. It's reflex only, controlled by your cerebral reflex. This is spinal reflex, controlled by spinal cord. Center of reflex action is spinal cord only. മനസ്സിലായില്ലേ? Okay, ready. Types of nerves കൂടി നമുക്ക് നോക്കാം. 2 type nerves ഞാൻ നേരത്തെ പറഞ്ഞു, cranial and spinal. Cranial 12 pairs, spinal 31 pairs. Spinal is arising from the spinal cord, cranial is arising from the brain. തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ready. Now നമുക്ക് ഇനി പറയാനുള്ളത് ഹോർമോണൽ കൺട്രോൾ ആണ്. ഹോർമോണൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ചെയ്യുന്നത് എൻഡോക്രൈൻ സിസ്റ്റം ആണ്. അപ്പൊ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി എൻഡോക്രൈൻ സിസ്റ്റം,
അവർ കെമിക്കൽ സിഗ്നലിംഗ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഹോർമോണൽ കൺട്രോൾ ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഏതൊക്കെയാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്നെ നോക്കിയാൽ മതി. നമ്മുടെ ബ്രെയിൻ, തല ഇവിടുന്ന് മാറ്റിയിട്ട് ഇതിനകത്ത് സ്കള്ള് മാറ്റി ഞാൻ ബ്രെയിൻ പുറത്തെടുത്താൽ ബ്രെയിൻ്റെ ഏറ്റവും സെന്ററിൽ കാണുന്നത് പൈനിയൽ ഗ്ലാൻഡ്. റെഡി? പൈനിയൽ ഗ്ലാൻഡ് ഓർ പീനിയൽ ഗ്ലാൻഡ്. ദെൻ ഓക്കെ, റെഡി, ഫൈൻ. ഇനി തലാമസ് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. സെറിബ്രത്തിന് താഴെയാണ് തലാമസ് കാണാം. തലാമസ് എന്ന് പറയുന്ന റീജിയൻ. തലാമസിന് താഴെയായിട്ട് വി ഹാവ് hypothalamus, that is another endocrine gland. Hypothalamusന് താഴെ you will be having pituitary gland, that is another endocrine gland. അപ്പൊ തല കഴിഞ്ഞു. താഴേക്ക് വരുമ്പോൾ കഴുത്തിന്റെ ഭാഗത്ത് ബട്ടർഫ്ലൈ ലോബ് ഷേപ്പ് ഉള്ള തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. തൈറോയിഡിന്റെ നേരെ ബാക്ക് വശത്ത് 4 ടൈനി ഗ്ലാൻഡ്സ് ഉണ്ട്, ദാറ്റ് ഇസ് പാരാതൈറോയിഡ്. വീണ്ടും താഴേക്ക് വരുമ്പോൾ ഇവിടെ ഫ്ലാറ്റ് ബോൺ ഉണ്ട്, ദാറ്റ് ഇസ് സ്റ്റേർണം ഓർ ബ്രസ്റ്റ് ബോൺ. ആ ബ്രസ്റ്റ് ബോണിന്റെ താഴെയായിട്ട് ബിഹൈൻഡ് സ്റ്റേർണം വി ആർ ഹാവിംഗ് തൈമസ് ഗ്ലാൻഡ്. വീണ്ടും താഴേക്ക് പോയാൽ വി ആർ ഹാവിംഗ് 2 kidney, a pair of kidney, and we are having adrenal gland. തൊപ്പി വെച്ചതുപോലെ, കിഡ്നിക്ക് തൊപ്പി വെച്ചതുപോലെ നമുക്ക് അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്. ദെൻ പാൻക്രിയാസ് ഉണ്ട്, ഇറ്റ്സ് ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. അതുപോലെ തന്നെ ഫീമെയിൽസിലാണെങ്കിൽ ഓവറീസ് ഉണ്ട്, മെയിലിലാണെങ്കിൽ ടെസ്റ്റിസ്. മെയിലിലാണെങ്കിൽ എന്തുണ്ട്? ടെസ്റ്റിസ് ഉണ്ട്. ഇത്രയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഇനി ഹോർമോൺസ് എന്താ? ഹോർമോൺസ് ആർ chemical messengers synthesized by specialized cells. കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നോക്കാം, നമ്മൾ പറയുന്ന സിസ്റ്റം ഏതാ? ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റമാണ്. എൻഡോക്രൈൻ സിസ്റ്റം. ഏതൊരു സിസ്റ്റം പറയുമ്പോഴും അതിൽ ഒരുപാട് ഓർഗൻസ്, ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം പറയുമ്പോൾ മൗത്ത്, പിന്നെ ഈസോഫാഗസ്, സ്റ്റൊമക്ക്, അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ പറഞ്ഞു. റെസ്പിറേറ്ററി സിസ്റ്റം പറയുമ്പോഴും പിന്നെ നോസ്ട്രില്, നെസൽ കാവിറ്റി, ഫാരിങ്സ് എന്ന് പറയുന്ന കുറെ ഭാഗങ്ങൾ, പിന്നെ ട്രക്കിയ, അങ്ങനെ താലേക്ക് കുറെ ഭാഗങ്ങൾ പറഞ്ഞു. അതുപോലെ ഇവിടെയും ഒരുപാട് ഭാഗങ്ങളുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സർട്ടൈൻ ഗ്ലാൻഡ്സ് കോൾഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഓക്കെ, റെഡി? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഞാൻ ഒരാളെ ഗ്ലാൻഡ് എന്ന് വെറുതെ വിളിക്കൂല. ഒരാളെ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് പ്രൊഡ്യൂസ് സംതിങ്, റൈറ്റ്? ദേ ഷുഡ് സെക്രീറ്റ് സംതിങ്. സോ ഹിയർ ഓൾസോ endocrine gland is secreting some chemical substances. Secreting what? Some chemical substances. And those chemical substances are referred to as hormones. അതിനെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് പറയുക. ഹോർമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് സെക്രീറ്റഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് വിച്ച് ഈസ് എ പാർട്ട് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ അതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നോക്കൂ, ഓർഗൻ ദാറ്റ് മേക്ക് സബ്സ്റ്റൻസ് സച്ച് എസ് ഹോർമോൺസ്, ഡൈജസ്റ്റീവ് ജ്യൂസ്. അതാണ് ഗ്ലാൻഡ്. ഒരാളെ ഗ്ലാൻഡ് എന്ന് വിളിക്കുമ്പോൾ അയാൾ എന്തെങ്കിലും ഉണ്ടാക്കണം. അതിലൂടെ നോക്കിയേ, ഇവിടെ നമുക്ക് 2 ഗ്ലാൻഡ് കൊടുത്തിട്ടുണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ്, സലൈവറി ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് എൻഡോക്രൈൻ ആണ്, സലൈവറി ഗ്ലാൻഡ് എക്സോക്രൈൻ ആണ്. സോ വാട്ട് ഈസ് എക്സോക്രൈൻ, വാട്ട് ഈസ് എൻഡോക്രൈൻ? സലൈവറി ഗ്ലാൻഡ് നമുക്ക് പരിചിതമായ ഗ്ലാൻഡ് ആയതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ആദ്യം പറയാം. സലൈവറി ഗ്ലാൻഡ് നമ്മുടെ വായക്കകത്താണുള്ളത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവ നമ്മുടെ വായക്കകത്തേക്ക് വരുന്നത് ഒരു കുഴലിലൂടെയാണ്. ദർ ഈസ് എ ഡക്ട്. ആ കുഴലിലൂടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സലൈവ നമ്മുടെ വായക്കകത്തേക്ക് വരുന്നത്. സോ അത് കുഴലുള്ളത് കൊണ്ട് ഡക്ട് ഉണ്ട്, അല്ലെ? അപ്പൊ അത് ഡക്ട് ഉള്ള ഗ്ലാൻഡ് എക്സോക്രൈൻ. ഇനി ഇവിടെ തൈറോയിഡ് ഗ്ലാൻഡ്, നമ്മുടെ തൊണ്ടയിൽ കാണുന്ന ഗ്ലാൻഡ് തൈറോയിഡ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണ് സഞ്ചരിക്കുന്നത് കുഴലിലൂടെ അല്ല, മറിച്ച് ആ ഹോർമോണുകളെ നേരിട്ട് ബ്ലഡിലേക്ക് കലർത്തുകയാണ് ചെയ്യുന്നത്. അവർക്ക് സഞ്ചരിക്കാൻ, ആ സെക്രീഷന് അല്ലെങ്കിൽ ആ ഹോർമോണിന് സഞ്ചരിക്കാൻ അവിടെ കുഴൽ സംവിധാനമില്ല, ഡക്റ്റ് ഒന്നുമില്ല. അപ്പൊ ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻഡ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. സോ മീൻസ് വി ക്യാൻ കോൾ ഡക്റ്റിലസ് ഗ്ലാൻഡ്. ഡക്റ്റിലസ് ഗ്ലാൻഡ് എന്ന് വിളിക്കാം. വൈ endocrine gland is called ductless gland? Because the hormone produced by endocrine gland do not have a specific duct for its passage. അല്ലേ? ഒരു ഡക്റ്റ് ഇല്ല, ഒരു കുഴൽ സംവിധാനം ഇല്ലാത്തതിനാലാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ സഞ്ചരിക്കുക. കുഴൽ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ഓരോ ഹോർമോണും അത് പ്രവർത്തിക്കേണ്ട ടാർഗറ്റ് സെല്ലുണ്ട്. ഓരോ ഹോർമോണിനും അതിൻ്റെതായ ടാർഗറ്റ് സെല്ല്. എല്ലാ ഹോർമോണിനും എല്ലാ സെല്ലിലും പോയി പ്രവർത്തിക്കാൻ സാധിക്കില്ല.
ഓരോ ഹോർമോണിനും അതിൻ്റെതായ ടാർഗറ്റ് സെല്ലുണ്ട്. ടാർഗറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ആ ഹോർമോണിന് ബൈൻഡ് ചെയ്യാൻ പാകത്തിൽ റിസപ്റ്റർ ഉള്ള സെല്ല്. ഓരോ ഹോർമോൺ എന്താ ചെയ്യുന്ന അറിയോ? ഹോർമോണ് നേരെ ടാർഗറ്റ് സെല്ലിൽ പോയി അതിന്റെ റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പോൾ ഓരോ ഹോർമോണിനും ബൈൻഡ് ചെയ്യാനുള്ള റിസപ്റ്റർ ഉള്ള സെല്ലുകളെയാണ് ടാർഗറ്റ് സെൽ എന്ന് പറയാം. ആ ടാർഗറ്റ് സെല്ലിൽ പോയിട്ട് മാത്രമേ ഹോർമോണിന് ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ നോക്കൂ, എൻഡോക്രൈൻ സെല്ലുകൾ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു, ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. എന്തുകൊണ്ടാണ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്തു? ഈ ബ്ലഡ് എന്ന് പറയുന്നത് ലൈഫ് പ്രോസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സർക്കുലേഷൻ ഓർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ആനിമൽസ്. അവിടെ ഹാർട്ടും ബ്ലഡ് വെസലും ബ്ലഡും ഉണ്ട്. ആ ബ്ലഡ് എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കുന്ന ആളാണ്. അപ്പൊ എല്ലാ സെല്ലുകളിലേക്കും സഞ്ചരിക്കുമ്പോൾ ടാർഗറ്റ് സെല്ലിലേക്ക് എത്തും. സോ അങ്ങനെ ടാർഗറ്റ് സെല്ലിൽ എത്തുമ്പോൾ യു ക്യാൻ സീ ഹിയർ സെല്ലുകളുടെ മെംബ്രെയിനിൽ യു ക്യാൻ സീ റിസപ്റ്റേഴ്സ്. ആ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്ത് there forms a complex, ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. and that complex is called hormone receptor complex. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് മനസ്സിലാവുന്നുണ്ടോ? ഹോർമോൺ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. പിന്നീട് എൻസൈമിൽ കുറെ മാറ്റം, എൻസൈം പ്രൊഡ്യൂസ് ചെയ്ത് പല മാറ്റങ്ങളും സെല്ലിൽ കൊണ്ടുവരും. ഇത്രയുമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഹോർമോൺസ് എപ്പോഴും ഡയറക്ട്ലി റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. കുഴൽ സംവിധാനങ്ങളില്ല. ദർ ഇസ് നോ ഡക്ട്. സോ ഡക്റ്റിലസ് ഗ്ലാൻഡ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് ഈസ് കോൾഡ് ഡക്റ്റിലസ് ഗ്ലാൻഡ്. മനസ്സിലായില്ലേ? റെഡി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഡക്റ്റിലസ് ഗ്ലാൻഡ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. സെക്രീറ്റ് ദെയർ പ്രൊഡക്ട്സ് ഹോർമോൺ ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. ഇവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ടെസ്റ്റിസ്, ഓവറി, പാൻക്രിയാസ്, അഡ്രീനൽ, തൈറോയിഡ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഇനി മക്കളെ ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എല്ലാവരിലേക്കും ആരോ കൊടുത്തിട്ടുണ്ട്, കണ്ടോ നിങ്ങള്? കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മറ്റെല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെയും കൺട്രോൾ ചെയ്യാൻ പാകത്തിലുള്ള ഗ്ലാൻഡ് ആണ്. സോ ഇറ്റ്സ് കോൾഡ് മാസ്റ്റർ ഗ്ലാൻഡ് ആണ്. എല്ലാ ഗ്ലാൻഡുകളെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു വിരുദ്, ഒരു കഴിവ് അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കാം. കുറച്ച് ഗ്ലാൻഡും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണും നമുക്ക് മനസ്സിലാക്കാം. ഹൈപ്പോതലാമസ് റെഗുലേറ്റ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മറ്റെല്ലാ ഗ്ലാൻഡുകളെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ആ പിറ്റ്യൂട്ടറിന്റെ സെക്രീഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോണ്, ഇൻഹിബിറ്റിംഗ് ഹോർമോണ് എന്നിങ്ങനെ രണ്ടു തരം ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിയന്ത്രിക്കുന്നത് പിറ്റ്യൂട്ടറിനെയാണ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെയും നിയന്ത്രിക്കുന്നു. ഞാൻ പറഞ്ഞു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നിങ്ങളുടെ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാ. ആ ക്ലാസ് ടീച്ചർ നിങ്ങൾ ഓരോരുത്തരെയും നിയന്ത്രിക്കും, നിങ്ങളുടെ ക്ലാസ് നോട്ട് ചെക്ക് ചെയ്യും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തിരക്കും, അല്ലെ? നിങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ക്ലാസ് ടീച്ചറാ. എന്നാൽ എല്ലാ ക്ലാസ് ടീച്ചേഴ്സും ആരുടെ കീഴിലുള്ളത്? പ്രിൻസിപ്പാൾ. സോ അദ്ദേഹമാണ് ഹൈപ്പോതലാമസ് എന്ന് വിചാരിച്ചാൽ മതി. പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ ഹോർമോൺസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഗ്രോത്ത് ഹോർമോൺ ആണ്, വളർച്ചാ ഹോർമോൺ. നമുക്ക് വളർച്ച സാധ്യമാക്കി തരും. ഇനി പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മെലാട്ടോണിൻ. അത് നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. സോ പൈനിയൽ ഗ്ലാൻഡ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ബയോളജിക്കൽ ക്ലോക്ക് മനസ്സിലായ? അതായത് നമ്മള് പിന്നെ രാത്രിയിൽ ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു. പിന്നീട് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് വളരെ റിതമാറ്റിക് ആയിട്ടാണ് നടക്കുക, അല്ലെ? ഒരു ചിട്ടയുണ്ട്, ഒരു ക്രമമുണ്ട്. സോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പൈനിയൽ ഗ്ലാൻഡ്. ഇറ്റ്സ് പ്രൊഡ്യൂസിങ് ഹോർമോൺ കോൾഡ് മെലാട്ടോണിൻ. അപ്പൊ ലൈറ്റും മെലാട്ടോണിൻ തമ്മിൽ നല്ല ബന്ധമുണ്ട്. പ്രകാശം കൂടുമ്പോൾ മെലാട്ടോണിൻ കുറയുന്നു. അപ്പോ രാത്രിയിൽ മെലാട്ടോണിൻ കുറവായിരിക്കും, പകൽ സമയത്ത് മെലാട്ടോണിൻ എന്തായിരിക്കും? രാത്രിയിൽ കൂടും മെലാട്ടോണിൻ, പകൽ സമയത്ത് കുറയും. ലൈറ്റ് കുറയുമ്പോൾ മെലാട്ടോണിൻ കൂടും. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ രാത്രിയിൽ നമുക്ക് ഉറക്കം കൂടും, ശ്രദ്ധിക്കുക. ഉറക്കിന് കാരണമാണ് ആര്? മെലാട്ടോണിൻ. ഓക്കെ, റെഡി അല്ലേ? പിറ്റ്യൂട്ടറി വേറെയും ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിറ്റ്യൂട്ടറിക്ക് 2 ലോബ് ഉണ്ട്, ആന്റീരിയർ ലോബ്, പോസ്റ്റീരിയർ ലോബ് എന്നൊക്കെ പറഞ്ഞ ലോബുകളുണ്ട്. ഇനി തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യും, റെഗുലേറ്റ് ചെയ്യും. അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന അഡ്രീനാലിൻ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ നോർ അഡ്രീനാലിനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അഡ്രീനാലിന്റെ മറ്റൊരു പേര് എപ്പിനെഫ്രിൻ എന്നാണ്. നോർ അഡ്രീനാലിന്റെ മറ്റൊരു പേര് നോർ എപ്പിനെഫ്രിൻ എന്നാണ്. ഇത് ഫൈറ്റ് ഫ്ലൈറ്റ് റെസ്പോൺസിനും കാരണമാകുന്നു. അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ആ സിറ്റുവേഷൻ നമുക്ക് ഫൈറ്റ് ചെയ്യാം, അല്ലെ? വി ക്യാൻ ഫേസ് ദ സിറ്റുവേഷൻ, നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. അതർവൈസ് നമുക്ക് പിന്തിരിഞ്ഞോടാം, ദാറ്റ് ഈസ് ഫ്ലൈറ്റ്.
അപ്പൊ ഇത് രണ്ടിനും ആണെങ്കിലും നമ്മൾ സഹായിക്കുന്നതാണ് അഡ്രീനാലിനും നോർ അഡ്രീനാലിനും. ദെൻ പാൻക്രിയാസ് ഉണ്ട്, ഇൻസുലിനും ഗ്ലൂക്കഗോണും പ്രൊഡ്യൂസ് ചെയ്യുന്നു. പാൻക്രിയാസ് ആസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. അത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ, ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നു. മനസ്സിലായ? പാൻക്രിയാസ് ആസ് ആൻ എക്സോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് ജ്യൂസ്, പാൻക്രിയാറ്റിക് ജ്യൂസ്. ഓക്കെ, റെഡി? ഇനി നിങ്ങൾ നോക്കിക്കോ. ഇനി പാൻക്രിയാസിന്റെ കേസ് നമുക്കൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. സി, ദിസ് ഈസ് പാൻക്രിയാസ്. ഇത് പാൻക്രിയാസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ദിസ് ഈസ് പാൻക്രിയാസ്. 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 ഓക്കെ, ആ ഒരു ലൈൻസ് വരുന്നുണ്ട്. പാൻക്രിയാസ്. പാൻക്രിയാസില് there we have got a specialized group of cells. ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് അവിടെ പാൻക്രിയാസിലുണ്ട്. സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഈ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ തന്നെ നമുക്ക് രണ്ട് തരത്തിൽ സെല്ലുകളുണ്ട്. ഓക്കെ, 2 ടൈപ്പ്. ഒന്ന് ആൽഫയാണ്, പിന്നുള്ളത് ബീറ്റയാണ്, ബീറ്റ സെൽസ്. ഇതില് ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ, ബീറ്റ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഇൻസുലിൻ. Both these hormones are responsible for maintaining blood glucose level in the blood. Blood glucose level. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ, ഷുഗറിന്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്ന, നോർമലിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന 2 ഹോർമോണാണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഇനി നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവല് നോർമൽ വാല്യൂന്ന് എക്സീഡ് ആയി കഴിഞ്ഞാൽ, കൂടിക്കഴിഞ്ഞാൽ കുറച്ചു കൊണ്ടുവരുന്ന ആൾ ഇൻസുലിനും, കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവരുന്ന ആള് ഗ്ലൂക്കഗോണുമാണ്. കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുന്നത് ഗ്ലൂക്കഗോണും, കൂടിക്കഴിഞ്ഞാൽ കുറക്കുന്നത് ഇൻസുലിനുമാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം, മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ പോലെ ഞാൻ പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് ബ്ലഡിന്റെ നോർമൽ വാല്യൂ ആണെന്ന് വിചാരിക്കാം. 70 to 110 മില്ലിഗ്രാം പെർ 100 ml നോർമൽ വാല്യൂ. നോർമൽ വാല്യൂവിൽ നിന്ന് ഗ്ലൂക്കോസിന്റെ ലെവല് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇൻക്രീസ് ചെയ്താണ് ഞാൻ മുകളിൽ വരച്ചത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുള്ളൂ. അപ്പോൾ ബീറ്റ സെൽസ് സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ ഇൻസുലിന്റെ ആക്ഷൻ മുഖേന ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് കുറക്കുന്നത് ഇൻസുലിൻ. അപ്പൊ ചില സമയത്ത് ഗ്ലൂക്കോസിന്റെ വാല്യൂ കുറഞ്ഞു പോകും. കുറഞ്ഞു പോകുമ്പോൾ അവിടെ ആൽഫ സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോണിന്റെ ആക്ഷൻ കൊണ്ട് ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു നോർമൽ എന്നുള്ള ലെവലിലേക്ക് എത്തിക്കാൻ രണ്ടാളും കമ്പൈൻഡ് ആക്ഷൻ ഉണ്ട്. ഇവിടെ ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ എക്സസീവ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എക്സസീവ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട് ആര്? ഇൻസുലിൻ. അതുപോലെ തന്നെ എക്സസീവ് ഗ്ലൂക്കോസിനെ സെല്ലുകളിലേക്ക് അപ്ടേക്ക് ചെയ്യിക്കുന്നുണ്ട് ആര്? ഇൻസുലിൻ. ഇനി ഇവിടെ ഗ്ലൂക്കോസ് കുറഞ്ഞു കഴിഞ്ഞു, കൂട്ടണം. അത് ഗ്ലൂക്കഗോൺ ചെയ്യുന്ന പണിയാണ്. ഗ്ലൂക്കോസിനെ കൂട്ടണമെങ്കിൽ കുറെ ഗ്ലൂക്കോസിനെ ഇവിടെ ഇടണം, അല്ലെ? അപ്പോ ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുക? കരളിൽ വെച്ചൊക്കെ ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ആ ഗ്ലൂക്കോസിനെ ബ്ലഡിൽ ഇട്ടു കൊടുക്കും. പിന്നെ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയിട്ടും ഇതേപോലെ ബ്ലഡിലേക്ക് ആഡ് ചെയ്തു. ഇതാണ് അവരുടെ ടാസ്ക്. ഇപ്പൊ രണ്ടാൾക്കാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കാരും എന്തിനു വേണം? രണ്ടാൾക്കാരും നോർമൽ ലെവലിലേക്ക് ഗ്ലൂക്കോസ് എത്തിക്കാൻ രണ്ടാൾക്കാരും ഹെൽപ്ഫുൾ ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്.
ഇനി നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡ് ആണ് നമുക്കിനി പറയാനുള്ളത്. തൈറോയിഡ് ഗ്ലാൻഡ് ശ്രദ്ധിച്ചോ. തൈറോയിഡ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ഒന്ന് ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. തൈറോയിഡ് ഗ്ലാൻഡ് ബട്ടർഫ്ലൈ ലോബ് ഷേപ്പുള്ള തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് അവർ തൈറോയിഡ് ഗ്ലാൻഡ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ ഹോർമോൺ തൈറോക്സിൻ ആണ്. തൈറോക്സിൻ. ഇത് കൂടാതെ കാൽസിട്ടോണിനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തൈറോക്സിൻ നമുക്ക് പഠിച്ചു വെക്കണം. മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് തൈറോക്സിൻ. ഓക്കെ. അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷനും തൈറോക്സിൻ കാരണമാകുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ മെന്റൽ ഗ്രോത്തിനും ഫിസിക്കൽ ഗ്രോത്തിനും തൈറോക്സിൻ കാരണമാവുന്നുണ്ട്. മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യുന്നതും തൈറോക്സിനാണ്. ഇനി തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ ഉണ്ടാക്കണമെങ്കിൽ അയോഡിൻ ആണ് ആവശ്യം. റെഡി? അയോഡിൻ ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് സീ ഫുഡൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അയോഡിൻ നമ്മുടെ ബോഡിക്ക് ലഭിക്കും. ഇനി ഒരു വ്യക്തിക്ക് അയോഡിൻ ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഒരു അറ്റംപ്റ്റ് നടത്തും. ആ അറ്റംപ്റ്റിൽ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ അറ്റംപ്റ്റ് നടത്തുമ്പോൾ അത് എൻലാർജ്ഡ് ആയി വരും. കൂടുതൽ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ അത് എൻലാർജ് ചെയ്ത് വരും. അത് നമ്മുടെ തൊണ്ട ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ തൊണ്ടയിൽ ഒരു മുഴ പോലെ ഒരു സ്വലൻ ആയിട്ട് നമുക്ക് കാണും. ദാറ്റ് ഈസ് കോൾഡ് ഗോയിറ്റ. അതാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്, ഗോയിറ്റ. We have all seen salt packet with iodized. അതാണ് ഉപ്പ്. നമ്മുടെ ഉപ്പിൽ നമുക്കറിയാം അയഡൈസ്ഡ് സോൾട്ട്, അയഡിൻ എൻറിച്ച്ഡ് സോൾട്ട്, enriched with iodine. Why is it so important to us to have iodized salt in our diet? Iodine is necessary for thyroid gland to make thyroxine hormone. പറഞ്ഞു. Thyroxine regulate carbohydrate, protein, fat metabolism in our body so as to provide best balance for growth. Iodine is essential for synthesis of thyroxine. In case iodine is deficient in our diet, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ iodine deficient ആണെങ്കിൽ there is a possibility that we might suffer from goiter. One of the symptom എന്താണ്? swollen neck. swollen neck. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തൊണ്ട ഇങ്ങനെ വീർത്ത് വരുന്ന സാഹചര്യം കണ്ടോ? തൈറോയിഡ് ഗ്ലാൻഡ് ഇത് നോർമലാണ്. എൻലാർജ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും? തൊണ്ടയിൽ സ്വലൻ ആയിട്ട്, അല്ലെ? സ്വലൻ നെക്ക് പോലെ നമുക്ക് സ്വലൻ നെക്കാണ് അതിന്റെ മെയിൻ സിംറ്റം ആയിട്ട് പറയുന്നത്. സ്വലൻ നെക്ക്. റെഡിയല്ലേ? ഇത്രയും പറഞ്ഞ റെഡിയല്ലേ? ഇനി ടെസ്റ്റിസും ഓവറിയും. ഓക്കെ, നമുക്കറിയാം ടെസ്റ്റിസ് മെയിലാണ്, ഓവറി ഫീമെയിലാണ്. ഇത് രണ്ടിനെയും നമുക്ക് ഗൊണാഡ്സ് എന്ന പേരിൽ വിളിക്കാം. പ്രൈമറി സെക്സ് ഓർഗൻസ് ആണ് ഗൊണാഡ്സ്. ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റിസ്, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവറി. ഇനി ഇതിന്റെ ഫങ്ഷൻ, ടെസ്റ്റോസ്റ്റിറോണിന്റെ ഫങ്ഷൻ സ്പെർമാറ്റോജനസിസ്, സ്പേം പ്രൊഡക്ഷൻ, ഡെവലപ്മെന്റ് ഓഫ് മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ, ആണിന്റേതായ ക്യാരക്ടർ, മീശ, താടി പോലുള്ള ക്യാരക്ടേഴ്സ്, അല്ലെ? മസിൽ ഗ്രോത്ത്, ബ്രോഡർ ഷോൾഡർ, ബോഡി മൊത്തം ഹെയർ വരിക, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. ഫീമെയിൽസിൽ ഓവർ പ്രൊഡ്യൂസ് ചെയ്യാൻ, റെഗുലേഷൻ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ, ഫീമെയിൽസിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ലൈക്ക് ബ്രസ്റ്റ് എൻലാർജ്മെന്റ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ആണ്. മെൻസ്ട്രൽ സൈക്കിളിന്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇനി ഫീഡ്ബാക്ക് മെക്കാനിസം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, പരീക്ഷയിൽ ചോദിച്ചിട്ടുമുണ്ട്. ഇവിടെ ജസ്റ്റ് നോക്കാം. ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി, ഹൈ ആയി, അപ്പൊ ഇടപെടുന്ന ആരാണ്? ഇൻസുലിൻ. ഇൻസുലിൻ എന്ത് ചെയ്യും? എക്സസീവ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്തു. ഗ്ലൂക്കോസിനെ എന്താക്കി? ഗ്ലൈക്കോജൻ ആയി കൺവേർട്ട് ചെയ്ത് കരളിലും മസിലിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പൊ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു. ഇനി നല്ലോണം കുറഞ്ഞു കഴിഞ്ഞാലോ പാൻക്രിയാസ് ഗ്ലൂക്കഗോൺ ഉണ്ടാക്കി. ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുക? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി. എന്നിട്ട് ആ ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും? ബ്ലഡിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഇത് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്, അല്ലെ? ഇപ്പൊ ഇൻസുലിൻ പ്രൊഡക്ഷൻ, ഇപ്പൊ നമ്മളെ ഗ്ലൂക്കോസ് അളവ് കൂടി, ഇൻസുലിൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇൻസുലിന്റെ അളവ് ഉണ്ടായത് കൊണ്ട് തന്നെ ഗ്ലൂക്കോസ് അളവ് കുറഞ്ഞു വന്നു. നോർമലിലേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവണം, അപ്പൊ സ്റ്റോപ്പ് ചെയ്യണം ഇൻസുലിന്റെ ആക്ഷൻ, അല്ലെ? അതുപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഒരു ലിമിറ്റ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ഹോർമോണിന്റെ എപ്പോഴും സ്ട്രക്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ, വേണ്ട. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് വേണം, അല്ലെ? ആണ് ഫീഡ്ബാക്ക് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്ലാന്റ്സിന്റെ കേസിലുള്ള കോർഡിനേഷൻ ആണ് പറയാനുള്ളത്. ആദ്യം പ്ലാന്റിലെ മൂവ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഗ്രോത്ത് ഇൻഡിപെൻഡന്റും ഗ്രോത്ത് ഡിപ്പെൻഡന്റ് മൂവ്മെന്റും ഉണ്ട് ചെടികൾക്ക്.
ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് നാസ്റ്റിക് ആണ്, ഡിപെൻഡന്റ് മൂവ്മെന്റ് ട്രോപ്പിക് ആണ്. ട്രോപ്പിക് മൂവ്മെന്റിൽ ചെടികൾക്ക് വളർച്ച ഉണ്ടാവുന്നുണ്ട്, നാസ്റ്റിക് മൂവ്മെന്റിൽ ചെടികൾക്ക് വളർച്ച ഉണ്ടാവുന്നില്ല. ഗ്രോത്ത് ഇൻഡിപെൻഡന്റ് ആണ്. മാത്രമല്ല നാസ്റ്റിക് മൂവ്മെന്റ് നോൺ ഡയറക്ഷനിലാണ്. അതായത് സ്റ്റിമുലസിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് നാസ്റ്റിക് ആണ്, സ്റ്റിമുലസിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രോപ്പിക് ആണ്. അപ്പൊ ട്രോപ്പിക് മൂവ്മെന്റിൽ സ്റ്റിമുലസിന്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും, സ്റ്റിമുലസ് ഉള്ളിടത്തേക്ക് പോകും, അല്ലെങ്കിൽ ചെടിയുടെ ഭാഗം ഒന്നുകിൽ സ്റ്റിമുലസ് ഉള്ളിടത്തേക്ക് പോകും, അല്ലെങ്കിൽ സ്റ്റിമുലസിന്റെ എഗെയിൻസ്റ്റ് പോകും. സോ സ്റ്റിമുലസിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രോപ്പിക് ആണ്. നാസ്റ്റിക് മൂവ്മെന്റ് ഒരിക്കലും ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഗ്രോത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ട്രോപ്പിക് മൂവ്മെന്റ് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രോത്ത് മൂവ്മെന്റ് ഓഫ് പ്ലാന്റ് ഇൻ ഡയറക്ഷൻ. കണ്ടോ, ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽസ്. അപ്പൊ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഫോട്ടോട്രോപ്പിസം. ഫോട്ടോട്രോപ്പിസം വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ജിയോട്രോപ്പിസം ഉണ്ട്, കാണാമോ? ജിയോട്രോപ്പിസം ഉണ്ട്, ഹൈഡ്രോട്രോപ്പിസം, ദെൻ തിഗുമോട്രോപ്പിസം ഉണ്ട്. കീമോട്രോപ്പിസം ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ആദ്യം ഫോട്ടോട്രോപ്പിസം. ഫോട്ടോട്രോപ്പിസം എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണ് അവിടുത്തെ സ്റ്റിമുലസ്. അപ്പൊ നമ്മളൊരു ചെടി എടുത്തു. ഈ ചെടിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. മണ്ണിന് മുകളിലുള്ള ഭാഗം ഷൂട്ടാണ്, മണ്ണിന് താഴെയുള്ള ഭാഗം റൂട്ടാണ്. ലൈറ്റ് ഇവിടെയുണ്ട്. ദിസ് ഈസ് ദ സ്റ്റിമുലസ്. ലൈറ്റ് ഉള്ളിടത്തേക്ക് ആര് വളരും? ഷൂട്ട് വളരും. റൂട്ടോ ലൈറ്റിന്റെ എഗെയിൻസ്റ്റ് വളരും. അപ്പോൾ ലൈറ്റ് ഉള്ളിടത്തേക്ക് വളർന്നാൽ ആ മൂവ്മെന്റിനെ, സ്റ്റിമുലസിന്റെ അടുത്തേക്ക് പോകുന്ന മൂവ്മെന്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സ്റ്റിമുലസിന് എവേ വരുന്ന മൂവ്മെന്റ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഈ ഷൂട്ട് ലൈറ്റ് ഉള്ളിടത്തേക്കാണ് പോകുന്നത് അല്ലെ? ഷൂട്ട് ലൈറ്റ് ഉള്ളിടത്തേക്കല്ലേ പോകുന്നത്. അപ്പൊ നമുക്ക് പറയാം പോസിറ്റീവ് ആണ്, ഫോട്ടോട്രോപ്പിക് ആണെന്ന് പറയാം. പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം അല്ലെ? പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് എന്നൊക്കെ പറയാം. പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്. റൂട്ടോ ലൈറ്റിന്റെ എഗെയിൻസ്റ്റാ, അപ്പൊ അത് നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്. ഇനി അടുത്തത് ഗ്രാവിറ്റി. സ്റ്റിമുലസ് ഗ്രാവിറ്റി ആകുമ്പോൾ അത് ജിയോട്രോപ്പിസ് എന്ന് പറയും. അവിടെ നിങ്ങൾ നോക്കിയേ, ഗ്രാവിറ്റി ഓൾവേസ് ആക്ട് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പൊ വേരുകൾ എപ്പോഴും താഴേക്ക്, ഗ്രാവിറ്റിയിലെടുത്തേക്ക് പോകുള്ളൂ. ഷൂട്ടോ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ്. അപ്പൊ നമുക്ക് പറയാം ഷൂട്ട് ഈസ് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് എന്ന് പറയാം, റൂട്ടോ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് എന്ന് പറയാം. ഇനി അടുത്തത് ഹൈഡ്രോട്രോപ്പിസം. ഹൈഡ്രോ എന്ന് പറയുമ്പോൾ വെള്ളം. അപ്പോ റൂട്ട്സ് എപ്പോഴും നമുക്കറിയാം വെള്ളം എവിടെയുണ്ടോ അങ്ങോട്ട് വളരും, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ വെള്ളം ഇവിടെ കൂടുതലായിട്ടുണ്ടെന്ന് വിചാരിക്കാം, ഇവിടെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ റൂട്ട്സ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? റൂട്ട്സ് ഓട്ടോമാറ്റിക്കലി വെള്ളം ഉള്ളിടത്തേക്ക് തന്നെ വളരും. സോ റൂട്ട്സ് വെള്ളം ഉള്ളിടത്തേക്ക് പോകുന്നതുകൊണ്ട് പോസിറ്റീവ്ലി ഹൈഡ്രോട്രോപ്പിക്. ഷൂട്ടോ അങ്ങനെയല്ല, ഷൂട്ട് നേരെ ഓപ്പോസിറ്റാ, വെള്ളത്തിന്റെ അഗെയിൻസ്റ്റാ വളരുക. സോ ഷൂട്ട് ഈസ് നെഗറ്റീവ്ലി ഹൈഡ്രോട്രോപ്പിക്. അപ്പൊ നമുക്ക് പറയാം ഷൂട്ട് പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്, നെഗറ്റീവ്ലി ജിയോട്രോപ്പിക്, നെഗറ്റീവ്ലി ഹൈഡ്രോട്രോപ്പിക്. റൂട്ടോ നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്, പോസിറ്റീവ്ലി ജിയോട്രോപ്പിക്, പോസിറ്റീവ്ലി ഹൈഡ്രോട്രോപ്പിക്. ഇനി തിഗുമോട്രോപ്പിസം, ടച്ചിനോടുള്ള റെസ്പോൺസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ക്ലൈംബർ ഉണ്ട്, അതിനൊരു സപ്പോർട്ട് വെച്ചിട്ടുണ്ട്. സോ ക്ലൈംബറിന്റെ പ്രത്യേകത അതിന്റെ സ്റ്റെം വളരെ വീക്കാണ്. സോ ടെൻഡ്രിൽസ് ഡെവലപ്പ് ചെയ്യും. സ്റ്റെമ്മെന്നും ലീഫിനും ടെൻഡ്രിൽസ്, സ്പ്രിംഗ് പോലെ കോയിൽഡ് സ്ട്രക്ചർ ആണ് ടെൻഡ്രിൽസ്. അപ്പൊ അതൊരു സ്ഥലത്ത് ടച്ച് ചെയ്യുമ്പോൾ അതിന് മനസ്സിലാവും ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കേൾ ചെയ്ത് വളർന്ന് പോകും. സോ അതിന് തിഗ്മോട്രോപ്പിസം, ടച്ചിനോടുള്ള റെസ്പോൺസ് ആണ്. കീമോട്രോപ്പിസം കെമിക്കലിനോടുള്ള റെസ്പോൺസ് ആണ്. ആഫ്റ്റർ പോളിനേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വന്ന് വീണു. അതിനകത്തുള്ള ഗമീറ്റ്സ് എന്ത് ചെയ്യണം? എംബ്രിയോ സാക്കിനകത്തുള്ള ഗമീറ്റ്സുമായിട്ട് ഫ്യൂസ് ചെയ്യണം അല്ലെ? ഓവ്യൂളിന്റെ അകത്തുള്ള അല്ലെങ്കിൽ ഓവറിക്കകത്തുള്ള പിന്നെ എംബ്രിയോ സാക്കിനകത്ത് വന്ന് ഫ്യൂസ് ചെയ്യണം ഗമീറ്റ്സിന്. അപ്പൊ ഈ ഗാമേറ്റ്സ് ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് വരണം. അപ്പൊ അതിന് സഹായിക്കുന്നത് ചില കെമിക്കൽസ് ആണ്. ആ കെമിക്കൽ ഗൈഡ് ചെയ്ത് അല്ലെ, ഓവ്യൂളിന്റെ അകത്തുള്ള കെമിക്കൽ ഗൈഡ് ചെയ്ത് ഈ പോളൻ ട്യൂബ് ഇങ്ങനെ വന്ന് ഇതിനെ കൂടി കയറും. ആ ട്യൂബിനകത്തൂടെ ഈ ഗാമീറ്റുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഗാമീറ്റുകൾക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി പറ്റും. ഇതാണ് കീമോട്രോപ്പിസം, റെസ്പോൺസ് ടു കെമിക്കൽസ്.
ഇനി പ്ലാന്റ് ഹോർമോൺസ് നമുക്ക് നോക്കാനുണ്ട്. അതിനുശേഷം നാസ്റ്റിക് മൂവ്മെന്റ് കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ നമുക്ക് കഴിഞ്ഞു. പ്ലാന്റ് ഹോർമോൺസ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ്. നമുക്ക് പ്ലാന്റിനും ഹോർമോൺസ് ഉണ്ട് അല്ലെ. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് പ്ലാന്റ്സ് ഡൺ ബൈ കെമിക്കൽ മെത്തേഡ്സ് കോൾഡ് പ്ലാന്റ് ഹോർമോൺസ് ഓർ ഫൈറ്റോ ഹോർമോൺസ്. പ്ലാന്റ് ഹോർമോണിന്റെ മറ്റൊരു പേര് ഫൈറ്റോ ഹോർമോൺസ്, അല്ലെങ്കിൽ നമുക്ക് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കാം കേട്ടോ. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കാം. പ്ലാന്റിന്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നു, ഐദർ പ്രൊമോട്ടിംഗ് ഓർ ഇൻഹിബിറ്റിംഗ്, രണ്ടും ഉണ്ടാവും. പ്രൊമോഷൻ, റെഗുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്റിംഗും ഉണ്ടാവും, പ്രൊമോഷനും ഉണ്ടാവും അല്ലെ. ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകൈനിൻ, ആബ്സിസിക് ആസിഡ്, ഇതില് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകൈനിൻ. ഇത് ഇൻഹിബിഷൻ ആണ്, ഗ്രോത്ത് ഇൻഹിബിഷൻ ആണ് ആബ്സിസിക് ആസിഡും എഥിലീനും ഒക്കെ. എഥിലീൻ സംടൈംസ് പ്രൊമോട്ടും ചെയ്യാറുണ്ട്. ആബ്സിസിക് ആസിഡ് എന്തായാലും ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആണ്. ഇനി ഓരോന്നിന്റെയും ഫങ്ഷൻസ്, ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകൈനിൻ ഒക്കെ വരുന്ന സമയത്ത് നോക്കിക്കോളൂ, ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ഇതാ നോക്കിക്കോളൂ, ഗ്രോത്ത് സ്റ്റിമുലന്റ് ആണ്. ഇതാ സെൽ ഇലോങ്ങേഷൻ, എപ്പിക്കൽ ഡോമിനൻസ്, എപ്പിക്കൽ ബഡിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. പാർത്തനോകാർപ്പി, സീഡ്ലെസ് വെറൈറ്റി ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഡിലേ സെനസെൻസ്, പ്രായാധിക്യം വരുന്നത് തടയുന്നു. ജിബർലിൻ നോക്കുമ്പോൾ സ്റ്റെം ഇലോങ്ങേഷൻ, സെനസെൻസ് ഡിലേ ചെയ്യുന്നു. ഡോർമൻസി ബ്രേക്ക് ചെയ്യുന്നു, വിത്ത് മുളക്കാൻ സഹായിക്കുന്നു അല്ലെ. ഇന്റർനോഡ് അല്ലെ, ചെടികളുടെ സ്റ്റെമ്മിന്റെ ഇന്റർനോഡൽ റീജിയൻസ് വളരാൻ സഹായിക്കുന്നു. സൈറ്റോകൈൻ ആണെങ്കിൽ എല്ലാം പ്രൊമോഷൻ ആണ്, സെൽ ഡിവിഷന് സഹായിക്കുന്നു. എക്സ്പാൻഷൻ അല്ലെ, എല്ലാം ബ്രേക്കിംഗ് സീഡ്, ഡോർമൻസി, ക്ലോറോഫിൽ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കാം അല്ലെ. ഇനി ഇവിടെ അടുത്ത് നോക്കിക്കോളൂ, നമ്മുടെ ആബ്സിസിക് ആസിഡ് വരുന്ന സമയത്തോ ഇദ്ദേഹം തടയുന്നതാണ് ഡോർമൻസി ഇൻ ബഡ് ആൻഡ് സീഡ്. ഡോർമൻസി ഉണ്ടാക്കുക, അതായത് വിത്തിന്റെ സുപ്താവസ്ഥ അല്ലെങ്കിൽ വിത്തിന്റെ അകത്ത് എംബ്രിയോ ഒരുപാട് സമയത്തേക്ക് ഒരു നാശം വരാതെ ഇങ്ങനെ ഡോർമെന്റ് പീരീഡിൽ ഇങ്ങനെ ഡോർമൻസി പീരീഡ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. സ്റ്റിമുലേറ്റ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ, പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ, പ്രൊമോട്ടിംഗ് ആക്സിലറേറ്റിംഗ് സെനസെൻസ്, പെട്ടെന്ന് ഏജ്ഡാവും ചെടികളെല്ലാം. എഥിലീൻ ഗ്യാഷ്യസ് ഹോർമോൺ ആണ്, പഴങ്ങൾ പഴുപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന് എതിര് ധർമ്മം. പ്രൊമോട്ടിംഗ് സെനസെൻസ്, റിഡക്ഷൻ ഇൻ സെൽ ഡിവിഷൻ, കാരണം എല്ലാം തടസ്സം നെഗറ്റീവാണ്, അല്ലെങ്കിൽ നമ്മൾ തടയുന്ന രീതിയിലാണ് ഇത് ഫംഗ്ഷൻ വരുന്നത്. പ്രൊമോട്ട് ഗ്രോത്ത്, ഇത് നോക്കിക്കോളൂ, ഇത് കണ്ടോ ചില കേസിൽ എഥിലീൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ടിംഗ് ഗ്രോത്ത് ഓഫ് റൂട്ട്സ് ആൻഡ് റൂട്ട് ഹെയർസ്. ഇപ്പൊ നമ്മള് ട്രോപ്പിക് മൂവ്മെന്റ് നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇനി നാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ നാസ്റ്റിക് മൂവ്മെന്റ് ഇൻഡിപെൻഡന്റ് ഗ്രോത്ത് ആണ്, നോൺ ഡയറക്ഷനിലാണ്. ഞാൻ പറഞ്ഞു റെസ്പോൺസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ സെൽ ഷേപ്പ്. ഇവിടെ ഗ്രോത്ത് ഇല്ല, പക്ഷെ സെല്ലിന്റെ ചില ഷേപ്പിലുള്ള വ്യത്യാസം. വാട്ടർ കയറുമ്പോൾ, വാട്ടർ ഇറങ്ങുമ്പോൾ ഉള്ള സെല്ലിന്റെ ഷേപ്പ്, വാട്ടർ കയറുമ്പോൾ സെൽ സ്വെൽ ആവും, വാട്ടർ പോകുമ്പോൾ സെൽ ഷ്രിങ്ക് ആവും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള മൂവ്മെന്റ് ആണ് നാസ്റ്റിക് മൂവ്മെന്റ്. എക്സാമ്പിൾ ആണ് മൈമോസ പ്യൂഡിക്ക, ടച്ച് മീ നോട്ട് പ്ലാന്റിൽ, തൊട്ടാവാടിയിൽ നമ്മൾ തൊടുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഡ്രൂപ്പ് ആവും. നമ്മൾ തൊടുമ്പോൾ ഏത് ഡയറക്ഷൻ തൊട്ടാലും ഇത് ഒരേ ഡയറക്ഷനിലാണ് ഡ്രൂപ്പ് ആവാം. സ്റ്റിമുലസിന്റെ ഡയറക്ഷൻ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടുന്ന് തൊട്ടാലും ഇത് ഇങ്ങനെയാവും, ഇവിടുന്ന് തൊട്ടാലും ഇങ്ങനെ തന്നെയാവാം. അപ്പോൾ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്താ സംഭവിക്കുക, നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇലകൾക്കകത്തുള്ള വെള്ളം ഡ്രോപ്പ് ചെയ്തു അല്ലെ, സെല്ലുകൾക്കകത്തുള്ള വെള്ളം, ആദ്യം നല്ല സെല്ലിനകത്ത് നല്ല വെള്ളമുണ്ട്, അതാണ് ടാർജറ്റ് സെല്ല് കാണിച്ചിട്ടുണ്ട്. ലൂസ് ചെയ്യുന്ന സമയത്ത് എന്താകും, അത് ഫ്ലെക്സ്ഡ് ആയി മാറും, വെള്ളം വേറെ ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് സംഭവിക്കുന്നത്. ടച്ച് മീ നോട്ട് പ്ലാന്റ് ബിഗിൻ ടു ഫോൾഡ് അപ്പ് ആൻഡ് ഡ്രൂപ്പ് ബിക്കോസ് ചേഞ്ച് ഇൻ ടർഗർ പ്രഷർ. ടർഗർ പ്രഷറിലെ വ്യത്യാസം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇത് നാസ്റ്റിക് മൂവ്മെന്റ്. ഇനി ഡിഫറൻസസ് കൃത്യമായിട്ട് നോക്കി വെക്കണം, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. നാസ്റ്റിക് മൂവ്മെന്റ് ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ഗ്രോത്ത് ഇൻഡിപെൻഡന്റ് ആണ്. ട്രോപ്പിക്കിലേക്ക് വരുമ്പോൾ ഗ്രോത്ത് ഡിപ്പെൻഡന്റ് ആണ്. ഞാൻ വേറെ കളർ കൊടുക്കാം, ഇത് ബെറ്റർ ഐഡിയ ഉണ്ടാവും. ട്രോപ്പിക് മൂവ്മെന്റിലേക്ക് വരുമ്പോൾ ഗ്രോത്ത് ഡിപ്പെൻഡന്റ് മൂവ്മെന്റ് ആണ്. ഇനി ടൈം ഓഫ് ആക്ഷനിലേക്ക് വരുമ്പോൾ നാസ്റ്റിക് വളരെ പെട്ടെന്ന് തൊട്ടവാടി തൊടുമ്പോൾ തന്നെ അപ്പോഴത്തെ തന്നെ ഡ്രൂപ്പ് ചെയ്യും അല്ലെ, വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്. എന്നാൽ ട്രോപ്പിക് മൂവ്മെന്റോ, സൂര്യന് നേരെ ചെടി വളരുന്നത് പെട്ടെന്ന് വളരുമോ, ഇല്ല, സ്ലോ. ഇനി ഡയറക്ഷനിലാണോ നോൺ ഡയറക്ഷനിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സോറി, റെസ്പോൺസ് ടു സ്റ്റിമുലസ് നോൺ ഡയറക്ഷണൽ. നാസ്റ്റിക് എപ്പോഴും നോൺ ഡയറക്ഷനിലല്ലേ, ട്രോപ്പിക് ഡയറക്ഷനിലാണ്, സ്റ്റിമുലസിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നോക്കിക്കോളൂ, റീസൺ ഫോർ ആക്ഷൻ, ചേഞ്ച് ഇൻ ടർഗർ പ്രഷർ അല്ലെ, വാട്ടർ ലീവ് ചെയ്യുന്നു, വാട്ടർ കയറുന്നതാണ് കാരണം. മറ്റത് സെല്ല് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, വളർച്ച ഉണ്ടാവുന്നുണ്ട്. വളർച്ച കാരണം എന്താ, സെൽ ഡിവിഷൻ. അപ്പോൾ ട്രോപ്പിക്കൽ ഡിവിഷനിൽ, ട്രോപ്പിക് മൂവ്മെന്റിൽ എപ്പോഴും ഉണ്ട് സെൽ ഡിവിഷൻ ഉണ്ട്. ഇനി ആൾട്ടർനേറ്റീവ് മറ്റേ നെയിമാണ് നാസ്റ്റിക്സ്, മറ്റത് ട്രോപ്പിസം എന്ന് പറയാം, ട്രോപ്പിസം. എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാല് ഫോൾഡിംഗ് ഓഫ് ലീഫ് ഓഫ് ടച്ച് മീ നോട്ട് പ്ലാന്റ്, ഓപ്പണിംഗ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ, ഇതൊക്കെ എന്താണ്, നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. ട്രോപ്പിക് മൂവ്മെന്റ് എക്സാമ്പിൾ ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം, കീമോട്രോപ്പിസം, തിഗ്മോട്രോപ്പിസം ഒക്കെ നമുക്ക് എന്ത് പറയാം, ട്രോപ്പിക് മൂവ്മെന്റിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇത്രയുമാണ് ഈ ചാപ്റ്റർ. വളരെ പെട്ടെന്ന് 1 മണിക്കൂറിന് ഉള്ളിൽ, അല്ലെങ്കിൽ 1 മണിക്കൂർ 10 മിനിറ്റും ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു,
ഈ ചാപ്റ്റർ മൊത്തത്തിൽ എന്ത് ചെയ്തു, കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, കവർ ചെയ്തിട്ടുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കൊണ്ട് ഉപകാരമുണ്ടായി എന്ന് തന്നെ സാറ് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്. നന്നായിട്ട് പഠിക്കുക. സൈലം എന്നും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒരു ടെൻഷനും വേണ്ട. ഇനി ഇതുപോലുള്ള വീഡിയോസ്, അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. സോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. മറ്റൊരവസരത്തിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ, സ്റ്റേ സേഫ്.